പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ ശ്രദ്ധേയനായ ഇടം പിടിച്ച പ്രവാചകനാണല്ലോ യാക്കൂബ് നബി അലൈഹിസ്സലാം. യാക്കൂബ് നബിക്ക് 4 ഭാര്യമാരിൽ 12 മക്കളുണ്ടായിരുന്നു. ആ 12 മക്കളിൽ നിന്നാണ് ബനു ഇസ്രായേലർ പരിണമിച്ചു വരുന്നത്. അതിൽ റാഹേൽ എന്ന് പറയുന്ന ഭാര്യയിൽ അദ്ദേഹത്തിനുണ്ടായ 2 മക്കളാണ് യൂസുഫും ബിന്യാമീനും. ബാക്കി 10 മക്കൾ മറ്റു ഭാര്യമാരിലാണ്. യൂസുഫും ബിന്യാമീനും ടിൻസുകളാണ്, ഒരുമിച്ച് പ്രസവിക്കപ്പെട്ട കുട്ടികളാണ്. ഇബ്നുൽ ജൗസി റഹിമഹുല്ല യാക്കൂബ് അലൈഹിസ്സലാമയുടെ 12 മക്കളെ താരതമ്യം ചെയ്യുന്നത് 12 മാസത്തോടാണ്. അള്ളാഹുവിന് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് മുതലേ കാലം 12 മാസമാണ് എന്നും യാക്കൂബ് നബിക്ക് 12 മക്കളുണ്ട് എന്നും അതിൽ യാക്കൂബ് നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മകൻ യൂസുഫ് ആയിരുന്നു എന്നും ആ യൂസുഫിന്റെ ഇഷ്ടം പോലെ തന്നെ അദ്ദേഹം താരതമ്യം ചെയ്തത് അള്ളാഹുവിന് ഏറ്റവും 12 മാസങ്ങളിൽ ഇഷ്ടം റമളാനിനോടാണ് എന്ന് അദ്ദേഹം താരതമ്യം ചെയ്യുന്നത് കാണാം. യൂസുഫ് നബി അലൈഹിസ്സലാം തൻ്റെ ഇക്കാക്കമാരെ അപേക്ഷിച്ച് സൗന്ദര്യമുള്ള ആളായിരുന്നു. ആദം നബിയുടെ പകുതി സൗന്ദര്യം ലഭിച്ച ആളാണ് യൂസുഫ് അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ ഭംഗി കണ്ട് നാട്ടിലുണ്ടായിരുന്ന പല സ്ത്രീകളും ആകൃഷ്ടരായി പോയി എന്ന് സൂറത്ത് യൂസുഫിൽ പറയുന്നുണ്ട്. എത്രത്തോളം മിസ്റിലെ അസീസ് റയ്യാൻ ബിൻ വലീദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഭാര്യ സലീഹ വരെ യൂസുഫിൽ ആകൃഷ്ടനായിട്ടുണ്ട് സൗന്ദര്യം കണ്ടുകൊണ്ട്. ഈ യൂസുഫ് നബിയുടെ സൗന്ദര്യം എത്രയാണോ അതുപോലെ തന്നെ സൗന്ദര്യമുള്ള മാസമാണ് റമളാൻ. അങ്ങനെ ഒരു താരതമ്യം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. യൂസുഫ് അലൈഹിസ്സലാം കാരണം തന്റെ ഇക്കാക്കമാർക്ക് അള്ളാഹു പുറത്തു കൊടുത്തു. യൂസുഫിനോട് ഇക്കാക്കമാർ ചെയ്തത് വഞ്ചനയായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് പിതാവായ യാക്കൂബ് അലൈഹിസ്സലാം യൂസുഫിലേക്ക് കുറച്ചധികം സ്നേഹം കൊടുത്തപ്പോൾ അത് അസൂയയായി പരിണമിച്ച് 7ാമത്തെ വയസ്സിൽ യൂസുഫിനെ ഗയാബത്തിൽ ജുബ്, ഇട്ടാൽ കാണാത്ത കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. ഉപ്പയിൽ നിന്ന് പിന്നീട് യൂസുഫ് നബിക്ക് മാറി നിൽക്കേണ്ടി വന്നത് നീണ്ട 63 കൊല്ലാണ്. 7ാം വയസ്സിൽ നഷ്ടപ്പെട്ട യാക്കൂബ് നബിക്ക് തന്റെ മകനെ പിന്നെ കാണുന്നത് യൂസുഫിന് 70 വയസ്സാകുമ്പോഴാണ്. അപ്പൊ 63 കൊല്ലത്തെ ഗ്യാപ്പുണ്ട്. പിന്നീട് മിസ്റിന്റെ രാജാവായി അദ്ദേഹം വാഴുമ്പോൾ മിസ്റിൻ ദേശത്തുണ്ടായ ദാരിദ്ര്യം സഹിക്കവയ്യാതെ സമീപ പ്രദേശങ്ങളിൽപ്പെട്ട ഷാമിലെ കനാൻ ദേശക്കാരൊക്കെ ധാന്യമണികൾ തേടി മിസ്റിലേക്ക് വരുമ്പോൾ അന്ന് മിസ്റിന്റെ മണ്ണിന്റെ ഖജാനകരുടെ അധികാരി യൂസുഫാണ് എന്ന്, അല്ലെങ്കിൽ യൂസുഫ് ഈ ഭൂമിയുടെ തൊലിക്ക് പുറത്ത് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് വരെ ഇക്കാക്കന്മാർക്കറിയില്ല. അവർ ധാന്യം തേടി മിസ്റിൽ വന്നു. യൂസുഫ് നബിക്ക് അവരെ മനസ്സിലായി, അവർക്ക് യൂസുഫിന് മനസ്സിലായില്ല എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. പിന്നീട് ഒരിക്കൽ കൂടി അവർ വരുമ്പോഴാണ് ഞാൻ നിങ്ങളുടെ യൂസുഫാണ് എന്ന് പരിചയപ്പെടുത്തുന്നതും അവർ സുജൂദിൽ വീഴുന്നതും. യൂസുഫ് നബി പറഞ്ഞു, നിങ്ങളുടെ മേൽ ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്നേ ദിവസം നിങ്ങളുടെ മേൽ എനിക്ക് യാതൊരു വിരോധവുമില്ല. എന്തിന്റെ പേരിൽ എന്ന് പോലും അദ്ദേഹം പരാമർശിച്ചില്ല. അതാണ് യൂസുഫ് അലൈഹിസ്സലാം. അന്നെന്നെ കിണറ്റിലെറിഞ്ഞതിന്റെ പേരിൽ അതൊന്നും പറഞ്ഞില്ല. അതേ ആയത്തിലാണ് അള്ളാഹ് പറയുന്നത്, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. യൂസുഫ് നബി കാരണം ഇക്കാക്കമാർക്ക് അള്ളാഹ് പുറത്തു കൊടുത്തു. റമളാൻ കാരണം മറ്റു മാസങ്ങളിലെ
പാപങ്ങൾ അല്ലാഹു പുറത്തു തരും എന്നൊരു താരതമ്യ പഠനം ഇബ്നുൽ ജൗസി നടത്തുന്നുണ്ട്. ഇത് ഞാൻ എന്തിനാ പറഞ്ഞത്? നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം കുടുംബമായി ജീവിക്കേണ്ടത് എങ്ങനെയെന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. ജീവിതത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത ജീവിതം നയിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഇന്ന് ഞാൻ ചക്കരക്കല്ലിലേക്ക് പോരുമ്പോൾ, കാസർഗോഡ് നിന്ന് വരുമ്പോൾ ദുഃഖകരമായൊരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതെന്നും അങ്ങനെ തന്നെയാണ്, ഓരോ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. 14 വയസ്സുകാരിയായ ഒരു കുട്ടിയെ 17 വയസ്സുകാരൻ കൊന്ന വാർത്ത ഇന്നലെ കേട്ടു. തിരക്കുള്ള ബസ്സിൽ ഒരുത്തം കയറിയപ്പോ ഏതൊരു പെണ്ണിനെ ചാരിയല്ലോ, ഓളത് വീഡിയോ എടുത്തിട്ട് അത് ശക്തമായി യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും പബ്ലിക്കാക്കി. 38 വയസ്സുകാരനായ ആ യുവാവ് അഭിമാനം നഷ്ടപ്പെട്ട് സൂയിസൈഡ് ചെയ്ത വാർത്ത നമ്മൾ വായിച്ചു. പറക്കം പറ്റാത്തൊരു കുട്ടിയുണ്ട്, യുവതിയായൊരു ഭാര്യയുണ്ട് അദ്ദേഹത്തിന്. പല രൂപത്തിലാണ് മരണങ്ങൾ. രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണം എന്നാണ് കേരളത്തിൽ അറിയപ്പെട്ടൊരു കവി മരണത്തെ നിർവചിച്ചത്. ഞാനിത് പറഞ്ഞത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന മരണം നമ്മൾ എപ്പോഴും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കണം. കയ്യിസ്, ബുദ്ധിമാൻ ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ മരണത്തിന് വേണ്ടി ധാരാളം ഒരുങ്ങിയവൻ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങളെയും സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളം ഓർക്കണേ എന്നാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മരണം പറഞ്ഞ് പേടിപ്പിച്ച മതമല്ല ഇസ്ലാം. അതിനുവേണ്ടി നന്നായി ഒരുങ്ങുകയും ബാധ്യതകൾ നിർവഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എപ്പോഴാ ബെല്ല് മുഴങ്ങുക എന്ന് പറയാൻ പറ്റില്ല. തന്റെ കുടുംബം സഞ്ചരിച്ച വാഹനം ഡിവൈഡറിൽ ഇടിച്ചു മറിയുമ്പോൾ അബുദാബിയിലെ ചീറിപ്പാഞ്ഞു പോകുന്ന റോട്ടിലെ ഡിവൈഡറിൽ ഇടിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ 4 മക്കൾ മരിക്കുമ്പോൾ മലപ്പുറം ജില്ലക്കാരനായ ആ സഹോദരൻ ഓർത്തിട്ടുണ്ടാകില്ല, എൻ്റെ മക്കളുടെ കൂടെയുള്ള അവസാന യാത്രയാണ് ഇത് എന്ന്. ഇദാ അറാദല്ലാഹു ഖബ്ല അബ്ദിൻ ജഅല ലഹു ബിഹാ ഹാജ, ഒരടിമയെ എവിടെയെങ്കിലും വെച്ച് പിടിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ ചക്കരക്കല്ലിലാണോ എനിക്കല്ല ഇവിടെ ഒരു ആവശ്യം തന്നിരിക്കും. എന്നും പണ്ടുമില്ലാത്തൊരു മോഹം UAE ഒന്ന് പോകണം, മരിക്കാൻ കൊണ്ടുപോയിരിക്കും ചിലപ്പോ. എൻ്റെ നാട്ടില് ഒരു ചെറിയ പള്ളിയില്, നിസ്കാര പള്ളിയാണ്, അതിലൊരു മുഅദ്ദിനാണ്. ആ മനുഷ്യൻ അദ്ദേഹത്തിന് കിട്ടിയ ചെറിയ വേതനം നീക്കിവെച്ച് ഒരു ഉംറക്ക് പോയി തന്റെ ഇണയെയും കൂട്ടി തവാഫിൽ ഇഹ്റാമിന്റെ ഡ്രസ്സിൽ അദ്ദേഹം തവാഫ് ചെയ്യുമ്പോഴാണ് തളർന്നു വീണ് മരണപ്പെടുന്നത്. മരണവാർത്ത കേട്ട് ഞങ്ങളൊക്കെ പറഞ്ഞുപോയി, അല്ലാഹുവേ മരിക്കാൻ വേണ്ടി നീ അദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുപോയോ എന്ന്. ജീവിതം അങ്ങനെയാണ്. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, കെട്ടി ഉയർത്തപ്പെട്ട കോട്ടക്കൊത്തളങ്ങൾക്കുള്ളിലാണെങ്കിൽ പോലും കല്ലിളക്കി മറിക്കാതെ, അതിന് ഡാമേജുകൾ വരുത്താതെ, ഇദാ ജാ അജലുഹും ലാ യസ്തഖിറൂന സാഅ വലാ യസ്തഖ്ദിമൂൻ, ഒരു മൈക്രോ സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പിന്തിക്കുകയോ മുന്തിക്കുകയോ ചെയ്യാതെ അള്ളാഹുവിന്റെ മുഖറബികളായ മലക്കുകൾ അത് നമ്മിൽ നടപ്പിലാക്കും. അതിനു മുന്നേ അതിശക്തമായി നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയേണ്ടതുണ്ട്. എന്ത്? ആമൻതു ബില്ലാഹ്, ഞാൻ എൻ്റെ റബ്ബിൽ അതിശക്തമായി വിശ്വസിച്ചവനാണ് എല്ലാ രംഗത്തും. എൻ്റെ റബ്ബ് എനിക്ക് മതമായി തന്ന എന്തെല്ലാം ഉണ്ടോ, ഇത്തഖുല്ലാഹ മസ്തതഅതും, പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ ഓർമ്മ വരും ഇത് കേൾക്കുമ്പോൾ.
ജയിലിൽ കിടന്നു. വിശുദ്ധ ഖുർആൻ മഖ്ലൂഖല്ല, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് വാദിച്ചതിന്റെ പേരിൽ വലിയ അപകടങ്ങൾ ആ പണ്ഡിത വരേണ്യർ മുമ്പിൽ കണ്ടതുകൊണ്ട് ആ പുത്തൻവാദത്തെ, ബിദ്അത്തിനെ അദ്ദേഹം എതിർത്തതിന്റെ പേരിൽ അന്നത്തെ ഭരണകൂടം അദ്ദേഹത്തെ ജയിലിലടച്ചു. അടികിട്ടും. ഈ വാദം തിരുത്താൻ വേണ്ടിയിട്ടെന്നും പറയും അദ്ദേഹത്തോട്. വേദന കൊണ്ട് പൊളയുന്ന ദിനങ്ങളിലും വെള്ളിയാഴ്ച ദിനമായാൽ അദ്ദേഹം കുളിക്കും ജയിലിനുള്ളിന്ന്. ഉള്ളതിൽ നല്ല ഡ്രസ് ഇടും, അത്തർ പുരട്ടും, എന്നിട്ട് നേരത്തെ വെള്ളിയാഴ്ച പുറപ്പെടും ജയിലിന്റെ പ്രധാന കവാടം വരെ. ഇതിങ്ങനെ ഇടക്കിടക്ക് കണ്ടപ്പോ കൂടെയുള്ള ആളുകൾ ചോദിച്ചു, ഇമാം അഹ്മദ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഞാൻ പള്ളിയിൽ പോവാണെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ പള്ളിയിൽ പോകാൻ പറ്റും? നിങ്ങൾ ജയിലിലല്ലേ. എനിക്ക് ജുമാഅയുടെ നിയ്യത്ത് വെച്ച് കുളിക്കാൻ പറ്റും, ഡ്രസ് ഇടാൻ പറ്റും, സുഗന്ധം ഉപയോഗിക്കാൻ പറ്റും, എത്രയാണോ നടന്നു പോകാൻ പറ്റുക അതുവരെ പോകാൻ പറ്റും. അതാണ് ഇത്തഖുല്ലാഹ മസ്തതഅതും. പിന്നെ പ്രധാന കവാടത്തിന്റെ അപ്പുറത്തേക്ക് എന്നെ വിടുന്നുണ്ടോ അല്ലേ, അത് ഞാനും എൻ്റെ റബ്ബും തമ്മിൽ ഇടപാടല്ല, അത് എന്നെ ഇവിടെ പൂട്ടിയിട്ട ആളുകൂടെ അല്ല ചോദിച്ചോളും. ഈ ഒരു തഖ്വ ചക്കരക്കല്ല് സലഫി മസ്ജിദിന്റെ ഉള്ളിലിരിക്കുന്ന നമുക്കൊക്കെ ഉണ്ടാകണം. ജീവിതം കുട്ടിക്കളിയല്ല. 42 കൊല്ലം എത്രത്തോളം ചോദിച്ചാൽ ഈ ഡയലോഗൊക്കെ ചിലപ്പോൾ നമ്മുടെ രോമം അങ്ങനെ എണീപ്പിച്ചു നിർത്തും. നിന്റെ മൂത്താപ്പയായ എൻ്റെ ശരീരത്തിൽ മണ്ണ് പുരളാതെ നിന്നെ ഒരുത്തനും ഈ മക്കയിൽ തൊടില്ല എന്ന് പറഞ്ഞ ആളാണ് അബൂ ത്വാലിബ്. പക്ക മുശ്രിക്കാണ്, അബൂജഹലിന്റെ അതേ ആദർശക്കാരനാണ്. ആ അബൂ ത്വാലിബിന് അള്ള കൊടുക്കാത്ത സന്മാർഗം ഒന്നുമല്ലാത്ത നമ്മുടെ കൈകളിൽ അള്ള വെച്ച് തന്നത് എന്തിനാണ്? ഇതുകൊണ്ട് പന്താടാനാണോ? ജീവിതത്തിന്റെ എല്ലാ രംഗത്തേക്കും ഒരു ആത്മപരിശോധന. ഞാൻ ഈ അനുഭവിക്കുന്നതൊക്കെ ആരുടെയെങ്കിലും മുമ്പിൽ ഞാൻ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടോ എന്നൊരു ചിന്ത നമുക്ക് വേണം. ഖുർആനില് ഒരായത്തിൽ 2 സ്ഥലത്ത് ഇത്തഖുല്ലാഹ് എന്ന് പറഞ്ഞ ആയത്ത് ഏതാണ്? യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ് വൽ തൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. 2 സ്ഥലത്താണ് അല്ലാഹ് പറഞ്ഞത്. ഈ ആയത്തിന്റെ തഫ്സീറിലാണ് ഇബ്നു കസീർ പറഞ്ഞത്, എന്ത്? നാളേക്ക് വേണ്ടി എന്തുണ്ട് നിങ്ങളെ കൈകളിൽ എന്നാണ് അള്ളാഹിന്റെ ചോദ്യം. ഈ ആയത്തിന്റെ തഫ്സീറിലാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഹസിബു ഖബ്ല അൻ തുഹാസബു. ഉമർ ബിൻ ഖത്താബിന്റെ വാക്ക് അദ്ദേഹം എടുത്ത് ഉദ്ധരിച്ചത്. ഒറ്റക്കിരിക്കുക, തിന്മ ചെയ്യാനല്ല, തന്റെ നാളെയുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ. ഉമർ തങ്ങൾ പറയാണ്, മനസ്സിന്റെ ഉള്ളിൽ ഒരു കോടതിക്കൂട് പണിത്, കണ്ണടച്ച് പിടിച്ചൊരു കോടതിക്കൂട് പണിത് അതിലേക്ക് നിങ്ങളെ തന്നെ കയറ്റി നിർത്തിയിട്ട് നിങ്ങളോട് ദയാദാക്ഷിണ്യമില്ലാത്ത ചില ചോദ്യങ്ങൾ ചോദിക്കണം. ഈ ജീവിതം എങ്ങോട്ടാണ്? എന്താണ് ഇതിന്റെ ലക്ഷ്യം? എന്റെ റബ്ബെന്നോട് ചോദിക്കാതെ കോടിക്കണക്കിന് വിലമതിക്കുന്ന ഈ പാർട്സുകൾ എനിക്ക് തന്നത് എന്തിനാണ്? നമ്മളൊക്കെ അദ്കാറുകളിൽ രാവിലെ പറയുന്നത് എന്താണ്? വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ. എന്റെ കണ്ണടച്ച് തുറക്കുന്ന സമയത്തേക്ക് പോലും എന്റെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കല്ല എന്ന് പറഞ്ഞ് നമ്മുടെ ദുർബലത എന്നും ബോധ്യപ്പെടുത്തുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും, അല്ലേ? ആ റബ്ബിനെ കുറിച്ചുള്ള ബോധം മനസ്സിനോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ആത്മവിചാരണ ഉണ്ടാകുന്നിടത്താണ് എവിടെയൊക്കെ അപാകതകളുണ്ടോ അവിടെയൊക്കെ പേച്ച് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ സാമൂഹ്യ ജീവിയാണ്. 23-ാമത്തെ വയസ്സിലാണ് തിരക്ക് പിടിച്ച ഉക്കാലയിൽ ചെന്നുകൊണ്ട് പാവപ്പെട്ട ദൈനംദിന ജീവിതത്തിന് വേണ്ടി വല്ലതും സമ്പാദിക്കാൻ വിരിവിരിച്ച് പ്രൊഡക്റ്റുകൾ നിരത്തി വെച്ച് കച്ചവടം ചെയ്യുന്ന ഒരു പാവപ്പെട്ടവന്റെ ഗളച്ഛേദം നടത്തിയത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. പൈസ ചോദിച്ചത് കൊടുത്തില്ലല്ലോ, അന്ന് മുസ്ലിം അല്ല. ആ മരിച്ച മനുഷ്യന്റെ വലത് കൈയിലുണ്ടായിരുന്ന ചെറുവിരൽ തന്റെ വാള് കൊണ്ട് അറുത്തെടുത്ത് ഒരു മുള്ളിൽ കോർത്ത് അതൊരു മാലയിൽ ലോക്കറ്റാക്കിയിട്ട് നെഞ്ചത്ത് തൂക്കിയിട്ട ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തെ അടപടലം മാറ്റിമറിച്ച മഹാവിശുദ്ധ വേദഗ്രന്ഥമാണ് ഖുർആൻ.
ആ വിശുദ്ധ ഖുർആനിന്റെ അനുയായികളായി എന്നുള്ളത് എത്ര ശുക്രിന്റെ സുജൂദ് ചെയ്താലും മതിയാകില്ല. യാ അയ്യുഹന്നാസു ഖദ് ജാഅതുകും മൗഇലതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. വിശ്വാസികളെ എന്ന് മാത്രമല്ല, ജനസമൂഹത്തെ മുഴുവൻ വിളിച്ചിട്ട് അല്ലാഹു പറയാണ്, നിങ്ങൾക്ക് അല്ലാഹുവിങ്കൽ നിന്ന് ഒരു സതുപദേശം വന്നിരിക്കുന്നു. ശിഫാഉൽ ലിമാ ഫിസ്സുദൂർ എന്നാണ്. നിങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ള ശമനമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആനിന്റെ ശാദ്വല തീരങ്ങളിൽ ചെന്ന് നിന്ന ഒരാളും അതിന്റെ കുളിർക്കാറ്റ് അനുഭവിച്ച് സമാധാനമടയാതെ തിരിച്ചു പോന്നിട്ടില്ല. അതാണ് പരിശുദ്ധ ഖുർആൻ. ഏതൊരു ജനസമൂഹവും വിശ്വസിക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും തലസ്ഥാനത്ത് നിന്ന് പിഴുതുമാറ്റി മറ്റൊരു സംസ്കാരത്തെ, വിശ്വാസത്തെ വെച്ച് പിടിപ്പിക്കാൻ ചുരുങ്ങിയത് 100 കൊല്ലം വേണ്ടിവരുമെന്നാണ് പഠനവിധേയമാക്കിയ ചിന്താകാരൻ, എഴുത്തുകാരൻ ഗുസ്താവ് ലെ ബോൺ അറബ് സംസ്കാരം എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രവാചകനെ കുറിച്ച് മദ്ഹ് പറഞ്ഞത്. മുസ്ലിമല്ല, ഏതൊരു സമൂഹം വിശ്വസിക്കുന്ന വിശ്വാസം ആചാരങ്ങളെ തലസ്ഥാനത്ത് നിന്ന് പിഴുതു മാറ്റിയിട്ട് മറ്റൊരു വിശ്വാസത്തെ നട്ടുപിടിപ്പിക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 100 കൊല്ലമെങ്കിലും വേണം, ഒരു നൂറ്റാണ്ട് വേണം. പക്ഷേ മക്കയിലേക്ക് പ്രവാചകനായി വന്ന പ്രൊഫറ്റ് മുഹമ്മദിന് വേണ്ടി വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം വെറും 23 കൊല്ലാണെന്നാണ്. എന്ത് കാരണം? വിശുദ്ധ ഖുർആൻ അവതരിച്ചത് ഒരു പർവ്വതത്തിന്റെ മണ്ടയിലായിരുന്നെങ്കിൽ ആ പർവ്വതം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ അർത്ഥഗാംഭീര്യങ്ങൾ കൊണ്ട് തരിപ്പണമായി പോകുന്നത് നിങ്ങൾക്ക് കാണാമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. അത്രമേൽ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിവുള്ള ഗ്രന്ഥമാകുന്നു പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനെ കുറിച്ചാണ് ഒരിക്കൽ ആയിഷ ബീവി പറഞ്ഞത്. നമ്മുടെ ഉമ്മയാണ്. ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഖുർആനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. ഖുർആൻ പറഞ്ഞതുപോലെയുള്ള ഒരു കുടുംബനാഥൻ, ഖുർആൻ പറഞ്ഞതുപോലെയുള്ള ഒരു അയൽവാസി, തൻ്റെ വീടിന്റെ മുന്നിലേക്ക് എന്നും ചവറ് വാരി എറിയുന്ന, രാവിലെ എണീറ്റ് വന്നാൽ തൻ്റെ വീടിന്റെ മുറ്റം ടോട്ടലി വൃത്തികേടാക്കുന്ന അയൽവാസികളായിരുന്നു നബിയുടെ പിതൃവ്യനായ അബൂലഹബും ഭാര്യ ഉമ്മു ജമീലും. ഒരിക്കൽ ചോദിച്ചു പോയി, ജനാലകൾക്കുള്ളിലൂടെ പ്രവാചകൻ വന്ന് ആ വേസ്റ്റിൽ ചവിട്ടുമ്പോൾ സന്തോഷം അനുഭവിക്കാൻ വേണ്ടി, അതിലൊരു നിർവൃതി അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഓ രണ്ടാളും വീടിന്റെ ഉള്ളിൽ കൂടി നോക്കി ചിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഇങ്ങനെയാണോ അയൽവാസികൾ? അല്ലേ? ജീവിതത്തിൽ ഇത്ര നല്ല സ്വഭാവം കാഴ്ചവെച്ച ഒരാളെ നമുക്ക് കാണാൻ കഴിയില്ല. സഹാബത്ത് പറയാണ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. എന്താ പറയുന്നത്? ഞങ്ങൾ പ്രവാചകന്റെ കൂടെ കുറച്ചു നേരം ഇരുന്ന് പിരിഞ്ഞു പോയാൽ ഞങ്ങളുടെ മനസ്സിന്റെ ക്യാൻവാസുകളിൽ ഞങ്ങൾക്ക് തോന്നും, എന്ത്, ഈ മക്കയുടെ മദീനയുടെ മണ്ണിൽ മുത്തനബിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഞങ്ങളോടാണോ, എന്നോടാണോ എന്നുള്ള ചിന്ത പകർന്നു നൽകിയിട്ടാണ് തിരിഞ്ഞു പോവുക. സലഫികളെ, മുസ്ലിമീങ്ങളെ, നമ്മുടെ സ്വഭാവം വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെയാകണം. അതിനാദ്യം എന്ത് വേണമെന്നറിയങ്ങള്? വ്യക്തിവിശുദ്ധി അനിവാര്യമാണ്. ഞാൻ എന്നോടാണ് ആദ്യം പറയുന്നത്, അത് കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് ബാധകമുള്ളൂ. അള്ളാഹു പറയുന്നത് ജീവിതത്തിൽ പകർത്താനുള്ള ഈമാനിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മൾ മാരിബിസ്കരിച്ചു. എന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ ഒരു വലിയ തിന്മക്ക് അഡിക്റ്റാണ്, തിന്മ ചെയ്യുന്നവനാണ് എന്ന് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത കാലത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അത്രമേൽ പ്രൈവറ്റ് വൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് അധാർമികതകൾ, പ്രത്യേകിച്ച് ഈ മൊബൈൽ ഫോൺ യുഗത്തിൽ. പണ്ട് കാലങ്ങളിൽ അറിയപ്പെടുന്ന ലഹരി കച്ചവടക്കാരെ അല്ലെങ്കിൽ അവിഹിതങ്ങളെ കൊണ്ടു നടക്കുന്നവരെ അറിയാമായിരുന്നു. ഇന്ന് പെട്ടെന്നൊന്നും പിടിക്കാൻ കിട്ടൂല. അത്രമേൽ പ്രയാസമുള്ള ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ പരീക്ഷണം തന്നെയാണ് ആധുനിക കാലഘട്ടത്തിൽ മുസ്ലിമിന്റെ ജീവിതം. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഓലമേഞ്ഞ മദീന പള്ളിയുടെ ഉള്ളിലിരുന്ന് കാരുണ്യത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എൻ്റെ ഉമ്മത്തിന് ഒരു കാലം വരാനുണ്ട് എന്നാണ്.
ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത, തീക്കട്ട അവന്റെ കൈവെള്ളയുടെ ഉള്ളിൽ മുറുക്കി പിടിച്ചവന്റെ ഉപമയാണ്. അതായത് തീക്കട്ട കയ്യിൽ വെച്ചവനെ പോലെ എന്നല്ല പറഞ്ഞത്, മുറുക്കി പിടിച്ചവന്റെ ഉപമയാണെന്ന് പറഞ്ഞത്. അതൊന്നുകൂടി റിസ്ക്കാണ് ഈ പിടുത്തം. ദീനനുസരിച്ച് ജീവിക്കാൻ ഏറെ പ്രയാസമുള്ള കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതിലൂടെയാണ് ഒരു സ്വന്തം വിശുദ്ധി നേടിയെടുത്ത് നല്ല ജിഹാദ് നടത്തി സ്വന്തം മനസ്സിനെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഫഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവ, സ്വന്തം ഇച്ഛകളിൽ നിന്ന് മനസ്സിനെ മാറ്റി നിർത്തി റബ്ബിന്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടി വരുമല്ലോ എന്ന ഭയത്തോടു കൂടി ജീവിക്കുന്നവൻ ആരാണോ അവൻ അല്ലാഹു 2 സ്വർഗം നൽകുമെന്നാണ്. അതിന്റെ തഫ്സീർ വായിച്ചു നോക്കൂ നിങ്ങൾ. 2 സ്വർഗം എന്ന് പറഞ്ഞ എന്താ? ഒന്ന്, ഖബറിൽ അവൻ വിജയിച്ചവനാണ് എന്നാണ്. പിന്നീട് ഉയർത്തിയെഴുന്നേൽപ്പിന്റെ ദിനത്തിലും അവൻ വിജയിച്ചവനാണ് എന്നാണ് അതിന്റെ ഉദ്ദേശം. സ്വർഗം സൃഷ്ടിക്കപ്പെട്ടപ്പോ, നരകം സൃഷ്ടിക്കപ്പെട്ടപ്പോ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, ആ മലക്കിനോട് അള്ളാഹു പറഞ്ഞു, ജിബ്രീൽ സ്വർഗം ഒന്ന് കണ്ടുവരൂ. സ്വർഗം 600 ചിറകുകളാൽ വിരിച്ചു പറത്തി ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗം കണ്ടുവന്നപ്പോ റബ്ബിനോട് 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, റബ്ബേ, സ്വർഗം എന്താണ് എന്ന് മനസ്സിന്റെ ഉള്ളിൽ മനസ്സിലാക്കിയ ഒരാൾ ഒരിക്കൽ പോലും ആ സ്വർഗത്തെ വിട്ടുപോകാൻ ആഗ്രഹിക്കില്ല. കാരണം ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്സീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ, നിരർത്ഥകമായൊരു വാക്കോ കുത്തുവാക്കുകളോ കേൾക്കാത്ത, ഇന്നെന്താ കേൾക്കുള്ളൂ? ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. അല്ലാഹുമ്മ ഇന്നാ അസ്അലുക്കൽ ജന്ന, അള്ളാഹു നമ്മൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലേ? ആ സ്വർഗത്തെ കുറിച്ച് പറയണത് വിട്ടുപോകാൻ ആഗ്രഹിക്കില്ല. ആ സ്വർഗം വലയം ചെയ്യപ്പെട്ടത്, രണ്ടാമത് പറഞ്ഞതാണ്, ആ സ്വർഗം വലയം ചെയ്യപ്പെട്ടത് മക്കാരിഹുകൾ കൊണ്ടാണ്. മക്കാരിഹ്, കുറെ ചെയ്യാൻ ഇഷ്ടമല്ലാത്ത കുറെ കാര്യങ്ങൾ, താൻ ചോര നീരാക്കി പ്രവാസിയായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ, അല്ലെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കടയിൽ ഇങ്ങനെ ഇടങ്ങേറായി ഇരുന്ന് കച്ചവടം ചെയ്തുണ്ടാക്കിയ പൈസ ഒരു ക്യാൻസർ രോഗിന്റെ കൈക്ക് ഒരു അത്യാവശ്യ എമൗണ്ട് വെച്ചു കൊടുക്കുമ്പോ, ഒരു പള്ളി ഫണ്ടക്ക് കൊടുക്കുമ്പോ, അള്ളാന്റെ മാർഗത്ത് കൊടുക്കണമെങ്കിൽ നല്ല പ്രയാസമാണ്. ഇത്തരത്തിലുള്ള കുറെ ഭാരമേറിയ കാര്യങ്ങൾ കൊണ്ടാണ് സ്വർഗം വലയം ചെയ്യപ്പെട്ടിട്ടുള്ളത്. സുബഹി സ്വലയുടെ ബാങ്ക് മുഴങ്ങുന്നതിന് മുന്നേ തടുത്ത വെള്ളത്തിൽ ഉളവെടുത്ത് മുസല്ല വിരിച്ച് റബ്ബ് 1-ാം ആകാശത്തുണ്ടാകുന്ന സമയത്ത് റബ്ബുമായി നടത്തുന്ന മുനാജാത്താണ് തഹജ്ജുദ്. ആ തഹജ്ജുദ് നിസ്കരിക്കണേ നല്ല ഇമാമാണ്, അല്ലേ? ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കൊണ്ടാണ് ദഅവത്ത്. ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മേലെ ഒരു മുസ്ലിം ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ ചാരിറ്റി പ്രവർത്തനമാണ്, ഭാരമേറിയ പണിയാണ് ദഅവത്ത്. ഇതിങ്ങനെയുള്ള കുറെ നന്മ കൊണ്ട് ആ സ്വർഗം വലയം ചെയ്യപ്പെട്ടിട്ടുള്ളത് കുറെ ഉണ്ട്. ഞാൻ പറഞ്ഞതും പറയാത്തതും ഒക്കെ ഉണ്ട്. നരകം കണ്ടുവരാൻ പറഞ്ഞ ജിബ്രീൽ നരകം കണ്ടുവെന്ന് പറഞ്ഞെന്തിനാ? നരകത്തെ മനസ്സിലാക്കിയ ഒരാൾ ഒരിക്കലും നരകത്തിലേക്ക് ഒരു സെക്കൻഡ് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയില്ല. റബ്ബേ, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ. ഇബാദുർ റഹ്മാന്റെ പ്രാർത്ഥനയാണ്. എന്താണ് പറഞ്ഞത്? റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, റബ്ബേ ഞങ്ങളെ നരകത്തിൽ നിന്ന് അകറ്റണമേ. ആ നരകം ഒരിക്കലും ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്ന സങ്കേതമല്ല, മോശപ്പെട്ട സങ്കേതമാണ്. തന്റെ ഭാര്യ അടുക്കളയിൽ പാകം ചെയ്ത് അടുപ്പിൽ നിന്ന് അണയാതെ ഗ്ലേസ് ചെയ്യുന്ന ഒരു തീക്കനൽ കണ്ട് ബോധം കെട്ടുപോയ സ്വഹാബിയുടെ ചരിത്രമുണ്ട്. ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് ഖുർആനിലെ ആയത്താണ്, തൽഫഹു വജൂഹുഹുമുൻ നാർ വഹും ഫീഹാ കാലിഹൂൻ. നരകത്തി നിങ്ങളുടെ മുഖത്തുള്ള മാംസങ്ങളെ ഉരുക്കിക്കളയുന്ന തീയാണെന്ന് പറഞ്ഞത്. ആ നരകത്തി ഉമർ ബിൻ അബ്ദുൽ അസീസിനെ കേട്ടിട്ടുണ്ടോ? ഒരു മെലിഞ്ഞ മനുഷ്യനായിരുന്നു എന്നാണ്. ഇസ്ലാമിക കുടുംബമാകാനുള്ള ഒരു പ്രധാന പോയിന്റ് പറയാനാണ് ഞാനിത് പറയുന്നത്. ഒരു മെലിഞ്ഞ മനുഷ്യനായിരുന്നു.
ആ മെലിഞ്ഞ മനുഷ്യൻ അമവിയ ഭരണാധികാരം ഏറ്റെടുത്തപ്പോ അദ്ദേഹം വീണ്ടും ക്ഷീണിച്ചു പോയി എന്നാണ് ഭാര്യ ഫാത്തിമ പറഞ്ഞത്. എന്ത് കാരണം? തന്റെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ ഏറ്റെടുത്ത ഈ ഉത്തരവാദിത്വത്തെ കുറിച്ച് ഞാൻ മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചിട്ട്. സക്കാത്തിന്റെ മുതൽ കുന്നുപോലെ കൂട്ടിവെച്ച ആപ്പിളിന്റെ കൂട്ടത്തിന്ന് തന്റെ മകൻ, ചെറിയ കുട്ടി, എട്ടും പൊട്ടും തിരിയാത്ത കുട്ടി ഒന്നെടുത്ത് കഴിച്ചപ്പോ ആ കുട്ടിയുടെ അണ്ണാക്കിൽ വിരലിട്ടിട്ട് അത് തുപ്പിക്കളയാൻ പറഞ്ഞത് പരലോകത്ത് പേടിച്ചിട്ടാണ്. ഫാത്തിമ ചോദിച്ചു, ഭാര്യ നിനക്ക് വേണോ? ഭർത്താവ് പറഞ്ഞെന്താ, ഇത് നമ്മളതല്ല എന്നാണ്. ഓന് ഞാൻ വേറെ വാങ്ങിക്കൊടുക്കൂലേ? അതാണ് സൂക്ഷ്മത. ഇന്നലിൽ മുത്തഖീന മഫാസ, തീർച്ചയായും സ്വർഗം വിജയം സൂക്ഷ്മത പാലിക്കുന്നവർക്കുള്ളതാണ്, അവർക്കാകുന്നു വിജയം. സൂറത്തുൻ നബയിൽ അല്ലാഹ് പറഞ്ഞ ആയത്താണ്. അത്തരം ആളുകൾ അടുക്കലേക്കാണ് മലക്ക് വരിക. എന്ത് പറഞ്ഞിട്ട്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച ഒരായത്താണത്. എൻ്റെ റബ്ബ് അള്ളയാണെന്ന് പറയുകയും ഇസ്തിഖാമത്തോടെ നേരാവണ്ണം നിലനിൽക്കുകയും ചെയ്തവരാരാണോ എല്ലാ രംഗത്തും, കുടുംബരംഗത്തും, സ്വകാര്യ ജീവിതത്തിലും, സാമ്പത്തിക രംഗത്തും, സ്വഭാവ രംഗത്തും, എല്ലാം വിശ്വാസരംഗത്തും ആചാരരംഗത്തും നേരാവണ്ണം നിലകൊണ്ടവരാരാണോ തതനസ്സലു അലൈഹിമുൽ മലായിക. സുബ്ഹാനല്ലാഹ്. അവരടുക്കലേക്ക് മലക്കുകൾ ഇറങ്ങി വരുന്നത് ഒരു മനുഷ്യൻ ഒരിക്കലും താങ്ങാൻ കഴിയാത്ത രണ്ട് വികാരങ്ങൾ അവന്റെ മനസ്സിൽ ഇങ്ങനെ തകട്ടി വരുന്ന സമയത്ത് അതിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അല്ലാഹ് പറയാണ്, അല്ലാ തഖാഫു വലാ തഹ്സനു, പേടിക്കേണ്ട, ദുഃഖിക്കേണ്ട എന്നാണ്. സ്വർഗമുണ്ട്, സന്തോഷ വാർത്ത. അങ്ങനെ കേട്ടു മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അത് വലിയൊരു സൗഭാഗ്യമാണ്, വലിയൊരു സൗഭാഗ്യമാണ്. കാരണം സൗദി അറേബ്യയുടെ ഡെസേർട്ടിൽ 4 യുവാക്കളുടെ മരണം നടക്കുകയുണ്ടായി. റെസ്ക്യൂ ടീമിന് വേണ്ടി പോയ പോലീസുകാരൻ പറഞ്ഞത് അതിന്റെ ഉള്ളിൽ നിന്ന് അത്യാവശ്യം നല്ല DJ സൗണ്ടിൽ മ്യൂസിക് ഉണ്ടായിരുന്നു എന്നാണ്. മ്യൂസിക് നിലച്ചിട്ടില്ല, ഇവരുടെ ജീവൻ നിലച്ചിട്ടുണ്ട്. അതിലൊരുത്തൻ സ്റ്റിയറിംഗിന്റെയും ഡ്രൈവിംഗ് സീറ്റിന്റെയും ഇടയിൽ കിടന്ന് വായിലൂടെയും മൂക്കിലൂടെയും രക്തമൊലിച്ച് മരിക്കുമ്പോ മരണത്തോട് അവൻ മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഖുർആനിൽ ഒരു ആയത്താണ് ഓർമ്മ വന്നതെന്നാണ്. അക്രമികളായ ആളുകളുടെ മരണം നബിയെ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ എടുക്കടോ നിന്റെ നഫ്സിനെ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ ആക്രോശിച്ച് പുറത്തെടുക്കുന്ന രംഗം, അതാണ് എനിക്ക് ഓർമ്മ വന്നതെന്നാണ്. വിശ്വാസികളെ, കുറെ ഒന്നും പ്രസംഗിക്കണ്ട, കുറെ ക്ലാസ് ഒന്നും കേൾക്കണ്ട, ഒറ്റ ചിന്ത മതി. എന്താ നിങ്ങള് അൽ-അഅ്മാലു ബിഖവാതീം എന്ന പ്രവർത്തനങ്ങളുടെ അവസാനത്തിലേക്കാണ് അള്ളാഹു നോക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ഞാൻ നേരത്തെ അബൂ ത്വാലിബിന്റെ വിഷയം പറഞ്ഞതുപോലെ നമ്മുടെ കൈകളിൽ നമ്മോട് ചോദിക്കാതെ അള്ളാഹ് വെച്ച് തന്ന ഈ ഹിദായത്ത് മരണം വരെ നമ്മുടെ കൈകളിൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. കാരണം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും നമ്മളെ പഴപ്പിക്കാൻ വേണ്ടി ഒരുത്തൻ നമ്മുടെ രക്തത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. മജറദ്ദം, ഷൈത്താൻ. ഓ റബ്ബിനോട് പറഞ്ഞെന്താ? ഞാൻ മനുഷ്യന്മാരെ പഴപ്പിക്കുന്നതാണ്. നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ മുഖ്ലിസീങ്ങളല്ലാത്ത, ആത്മാർത്ഥതയുള്ളവരെ അല്ലാത്ത എല്ലാവരെയും ഞാൻ നിന്റെ നരകത്തിന്റെ വിറകുകളാക്കി മാറ്റും എന്ന് തീരുമാനമെടുത്ത ആളാണ് ഷൈത്താൻ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കുക, നമ്മൾ സ്വയം നന്നാവുക, അതോടൊപ്പം നമ്മുടെ വീട്ടിലെ കുടുംബനാഥയെ, മക്കളെ ഒക്കെ നന്നാക്കുക. ഒരു പിതാവ് നമ്മുടെ ഒരു പണ്ഡിതനോട് ചോദിച്ചൊരു ചോദ്യം എന്താ അറിയോ? എൻ്റെ മകൻ 12ാം ക്ലാസ്സിലാണ്, +2ലാണ് പഠിക്കുന്നത്. അവൻ അവൻ്റെതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സൈഡ് ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ പല കേസുകളിലും പ്രതിയാണ്. ഞങ്ങൾക്ക് തലപൊക്കി സമൂഹത്തിലൂടെ നടക്കാൻ കഴിയാത്ത രൂപത്തിൽ അവൻ പലതിലും പ്രതിയാണ്. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം.
ഉസ്താദെ, അവന്റെ മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന മാതാപിതാക്കൾ. സൈറൻ മുഴക്കി വീട്ടിലേക്ക് വരുന്ന ആംബുലൻസ് അത് എൻ്റെ മകൻ്റെതാകണേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു മാതാവും പിതാവും. കുടുംബരംഗങ്ങൾ തീർത്തും കലുഷിതമായിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ ഭാര്യയ്ക്ക് ഭർത്താവിന് വിശ്വാസമില്ല, തിരിച്ചും വിശ്വാസമില്ല. ഇവരുടെ കലഹങ്ങൾ കണ്ട് അതിനിടയിൽ മാതാപിതാക്കൾ ഉണ്ടായിട്ടും ഇല്ലാത്ത പോലെ വളരുന്ന മക്കൾ. ഇങ്ങനെയാണോ സലഫികളായ നമ്മുടെ വീടകങ്ങൾ? ആണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊട്ടാരം 4 പാർട്ടുകളായിരുന്നു. ഒന്ന് ഹുജറയാണ്, മറ്റൊന്ന് ബൈത്താൻ, മറ്റൊന്ന് സഹുവയാണ്, മറ്റൊന്ന് മഷ്റൂബയാണ്, അല്ലെങ്കിൽ ഖിസാന. ഈ 4 പാർട്ടുകളുള്ള ഓലമേഞ്ഞ കൊട്ടാരമായിരുന്നു മുത്തുനബിയുടെ വീട്. നമ്മളെ വീട് പോലത്തെ വീടൊന്നല്ല, ചെറിയ വീടായിരുന്നു. മുറ്റത്തിന് ചുറ്റും കെട്ടിയ മതിലാണ് ഹുജറ. ആ മുറ്റത്തുനിന്ന് ഉള്ളിൽ കയറിയാലാണ് ബൈത്ത്. അതിൻ്റെ ഉള്ളിൽ അവർക്കുള്ള പ്രൈവറ്റ് റൂമാണ് സഹുവ. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ഈന്തപ്പന കഷ്ണങ്ങൾ അടുക്കി വെച്ച് മുകളിലേക്ക് കയറി അവിടെ ഒരു ഇരിപ്പിടമുണ്ട്, അതാണ് ഖിസാന. ഈ വീടിൻ്റെ ഉള്ളിൽ ഒരേ സമയം 9 ഭാര്യമാരുടെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ഹബീബായ റസൂലുള്ള തൻ്റെ ഭാര്യമാരോട് ദേഷ്യപ്പെട്ട ചരിത്രം എവിടെയും നോക്കിയിട്ട് കാണുന്നില്ല. നമ്മളെല്ലാവരും ഖുതുബയിൽ സുബൈർ സലഫിയുടെ ഖുതുബയിൽ നമ്മൾ കേൾക്കുന്നു, ഈണത്തോടു കൂടി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നമ്മൾ കേൾക്കുന്നു. ചില ഖുതുബകളിൽ നമ്മൾ കേൾക്കുന്നു എന്ത്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും നിങ്ങളുടെ പ്രവാചകരിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ടെന്ന് പറയുമ്പോൾ അതെവിടെയാ? ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലത്തിയതിടണം എന്നതിൽ മാത്രമാണോ? മോനെ നിന്ന് വെള്ളം കുടിക്കല്ലടാ, അവിടെ മാത്രമാണോ? മുഖത്ത് വളർന്ന താടി മാത്രമാണോ? സാമ്പത്തിക രംഗത്തിലെ ശ്രദ്ധ മാത്രമാണോ? ഒരു മനുഷ്യൻ നല്ലവനാണോ അല്ലയോ എന്ന് വിലയിരുത്തപ്പെട്ട് മാർക്കിടാൻ ഹബീബായ റസൂലുള്ള പഠിപ്പിച്ചത് അവൻ വീട്ടിലെങ്ങനെ എന്ന് നോക്കിയാൽ മതി എന്നാണ്. 4 ആളെ മുമ്പിൽ തൻ്റെ കൈ തൻ്റെ അമ്മോഷന്റെ കയ്യിൽ വെച്ച് ഉറപ്പിച്ചു പറഞ്ഞു നമ്മൾ, ഞാൻ അവളെ ഏറ്റെടുത്തു കൊള്ളാം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ മീസാഖൻ ഗലീള, ഇതിനേക്കാൾ ബലവത്തായിട്ടുള്ള ഒരു കരാറില്ല എന്നാണ്. ഏത് കയറും മൂർച്ചയുള്ള കത്തി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മുറിച്ചു മാറ്റാം. പക്ഷെ എത്ര മൂർച്ചയുള്ള ആയുധമാണെങ്കിലും അഴിച്ചു മാറ്റാൻ കഴിയില്ല. അഴിച്ചു മാറ്റാൻ കഴിയാത്ത ബന്ധമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. ആ ബന്ധത്തോളം സന്തോഷകരമായൊരു ബന്ധമില്ല. എങ്ങനെയാണെങ്കിൽ നബി ജീവിച്ചത് എങ്ങനെ അതുപോലെ ജീവിച്ചാൽ. അല്ലെങ്കിലോ ഏത് സാധനം അങ്ങനെയാണ്. നമ്മുടെ വണ്ടി 4 വീലർ നോക്കേണ്ട കോലത്തിൽ അതിന്റെ എഞ്ചിൻ ഓയിൽ മാറ്റണ സമയത്ത് മാറ്റണില്ല, അവിടുന്ന് സ്കൂർ ഇങ്ങനെ ഇളകിയ സൗണ്ട് കേൾക്കേണ്ട മാറ്റണില്ല. അങ്ങനത്തെ ഒരു വണ്ടി ഓട്ടി ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് വല്ല സന്തോഷം ഉണ്ടാവും? എല്ലാം കണ്ടീഷനായ വൃത്തിയുള്ളൊരു വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകുമ്പോഴോ, സുഗന്ധമുള്ളൊരു കാറിന്റെ ഉള്ളാണെങ്കിലോ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ തന്നെ ഒരു ഉന്മേഷമാണ്. ഇങ്ങനെ തന്നെയാണ് എല്ലാ രംഗവും, വിശിഷ്യ കുടുംബരംഗം. നമ്മുടെ വീട് ഇസ്ലാമികമാകുന്നത് നല്ലൊരു ഇണയും നല്ലൊരു ഭാര്യയും ഒക്കെ ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ നിങ്ങൾ കേട്ടില്ല, സൂറത്തുർ റൂം എന്നെ അത്ഭുതപ്പെടുത്തിയൊരു അധ്യായമാണ്. 20-ാമത്തെ ആയത്ത് മുതൽ 25-ാമത്തെ ആയത്ത് വരെ 30-ാമത്തെ അധ്യായമാണല്ലോ. ആ ആയത്തുകളൊക്കെ അള്ളാഹ് തുടങ്ങണത് എങ്ങനെ അറിയങ്ങള്? വമിൻ ആയാതിഹി എന്ന് പറഞ്ഞുകൊണ്ടാണ് 5 ആയത്ത് തുടങ്ങണത്. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതിൽ അള്ളാഹു ആകാശത്തെ പറയുന്നുണ്ട്, ഭൂമിയെ പറയുന്നുണ്ട്, ഇടിമിന്നലിനെ പറയുന്നുണ്ട്, മഴയെ പറയുന്നുണ്ട്. ആ മഴ മുഖേന ഭൂമിയിൽ നിന്ന് മുളച്ചു പൊന്തുന്ന സസ്യലതാദികളെ പറയുന്നുണ്ട്. കൂട്ടത്തിൽ അള്ളാഹ് പറഞ്ഞ ആയത്താണെന്ത്? وَمِنْ آيَاتِهِ أَنْ خَلَقَ لَكُم مِّنْ أَنفُسِكُمْ أَزْوَاجًا لِتَسْكُنُوا إِلَيْهَا وَجَعَلَ بَيْنَكُمْ مَوَدَّةً وَرَحْمَةً. സുബ്ഹാനല്ലാഹ്. മനുഷ്യർക്ക് മനുഷ്യരിൽ നിന്ന് തന്നെയുള്ള ഇണകൾ അള്ളാഹ് കൊടുത്തു എന്നാണ്. അപ്പൊ ഇവിടെ ഇരിക്കണ നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലോ. നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന നമ്മുടെ ഭാര്യ, സഹോദരിമാരിത് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഭർത്താവ് മനുഷ്യനാണ്.
എന്തെല്ലാം കുറവുകളാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണോ അങ്ങനത്തെ ഒരാളാണ്. ആരും പെർഫെക്റ്റ് അല്ല പ്രിയപ്പെട്ടവരെ, ഒരാളും പെർഫെക്റ്റ് അല്ല, 100% പെർഫെക്റ്റ് അല്ല. തന്റെ ഭർത്താവിന്റെ കുറവുകളെ മാനുഷികമായി മനസ്സിലാക്കി അതിനോട് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നല്ലൊരു ഭാര്യയുടെ ക്വാളിറ്റി. ഭാര്യയുടെ കുറവുകൾ എന്തൊക്കെയാണോ നമ്മളെക്കാളും കുറച്ചുകൂടി സ്വഭാവ ദൂഷ്യങ്ങൾ പ്രകടിപ്പിക്കാൻ സാധ്യതയുള്ള ആളുകളാണ് പെണ്ണുങ്ങൾ. അള്ളാന്റെ റസൂലിന്റെ ഹദീസാണ്. അവർക്ക് നന്ദികേടിന്റെ വാക്ക് കൂടുതലാണ്. ഒരു പക്ഷേ ഒരു സമയത്ത് അവൾ പലതും പറയുമ്പോൾ നമ്മൾ ക്ഷമിക്കേണ്ടത് പലതും ആലോചിക്കണം. അതിൽ ഒന്നാമത് ആലോചിക്കേണ്ടത് എന്താ അറിയോ? അവളൊരു മനുഷ്യനാണ്. രണ്ടാമത്, എൻ്റെ മക്കളെ ഗർഭം ചുമന്ന് പ്രസവിച്ചവളാ. എൻ്റെ മക്കൾക്കും എനിക്കും ഈ 4 ചുമരിന്റെ ഉള്ളിൽ വേണ്ടതെല്ലാം വെച്ച് വിളമ്പുന്നവളാണ്. എൻ്റെ വീടിനെ വീടായി കൊണ്ട് നടക്കുന്നവളാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പവർ കാണിക്കേണ്ട സ്ഥലമല്ല ഓള് ചൂടാകുമ്പോൾ. അത് ഇസ്ലാം പറഞ്ഞ പരിഹാരം എന്താ? ഒരാളിങ്ങനെ ആളിക്കത്തുമ്പോൾ ഒരാൾ പച്ചവെള്ളമായിട്ട് ഇങ്ങനെ ഇരുന്ന് കൊടുക്കണം. അവിടെ രണ്ടാളും പാടെ പെട്രോൾ ആയാലും ആളിക്കത്തും ചെയ്താൽ ആ വീട് മൊത്തം കത്തും. തന്നെ മറ്റൊരു ഇടയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ പലഹാരം ആയിഷ ബീവിന്റെ കൈ കൊടുത്തപ്പോൾ ഒറ്റ തട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നെ പറ്റൂലല്ലോ. തെറിച്ചുപോയ പലഹാരങ്ങൾ തന്റെ കൈ കൊണ്ട് പെറുക്കി, ഉടഞ്ഞുപോയ പാത്രങ്ങൾ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിവെച്ച് ഒരനുസരണയുള്ള കുട്ടിയെ പോലെ ലോകത്തിന്റെ നേതാവ് തൻ്റെ ഹുജറയിൽ അതിങ്ങനെ ചെയ്യുമ്പോൾ ആയിഷ ബീവിക്ക് കൊടുത്തൊരു മധുര പ്രതികാരമായിരുന്നു അത്. ആയിഷ ബീവി നബിയുടെ ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു, നബിയെ, നിങ്ങൾ എനിക്ക് പുറത്തു തരില്ലേ എന്ന്. അല്ലേ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? മോളെ ആയിഷ, നിനക്ക് ഞാൻ പുറത്തു തന്നില്ലെങ്കിൽ വേറെ ആര് പുറത്തു തരുമെന്നാണ്. സഹോദരങ്ങളെ, ആരാണോ അള്ളാഹ്ക്ക് വേണ്ടി താഴ്ന്നു കൊടുത്തത്, റഫഅഹുല്ലാഹ്, അള്ളാഹു അവരെ ഉയർത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സ്നേഹത്തോടു കൂടി ജീവിക്കുമ്പോൾ അവിടെ വിരിയുന്ന പൂന്തോട്ടത്തിന്റെ പേരാണ് മസ്കൻ. വിശുദ്ധ ഖുർആനിലെ 2 സ്ഥലത്ത് മസ്കൻ എന്നുള്ള പ്രയോഗിച്ചു. ഒന്ന് സ്വർഗമാണ്. രണ്ടാമതല്ല മസ്കൻ എന്ന് പ്രയോഗിച്ചത് നമ്മുടെ വീടുകളെ കുറിച്ചാണ്. ഏതാണ് ആയത്ത്? നിങ്ങൾക്ക് വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ, അല്ലാഹു നിങ്ങളെ വീടകങ്ങളെ ശാന്തിഗേഹമാക്കിയിരിക്കുന്നു എന്നാണ് അല്ലാഹു പറഞ്ഞത്. അപ്പൊ സ്വർഗത്തെ കുറിച്ച് മസ്കൻ എന്ന് പറഞ്ഞ അതേ റബ്ബ് നമ്മുടെ വീടിനെ കുറിച്ച് മസ്കൻ എന്ന് പറയുന്നു. അതിനെ തഫ്സീറിൽ കാണാം. വീട് മസ്കനാകാൻ കാരണം വീട്ടിൽ നല്ലൊരു ഇണയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നല്ല ഇണയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ചില വീടുകൾക്ക് പേര് കൊടുത്തതായി കാണാം, മസ്കൻ, അല്ലെ? ശാന്തിഗേഹം. പേരിൽ മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ, ചില വീടിന്റെ ഉള്ളിൽ അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ കുറവുകളും കുറ്റങ്ങളും പരസ്പരം ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന 2 സന്തോഷങ്ങളാണ് മവദ്ദത്തും റഹ്മത്തും. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നാണ് അർത്ഥം. അറബി ഭാഷയിൽ സ്നേഹത്തിന് 90-ലധികം പദങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആഴം തൊട്ട വാക്കാണ് മവദ്ദ. അതിന്റെ അപ്പുറത്ത് ഇനി സ്നേഹത്തെക്കുറിച്ച് പ്രയോഗിക്കാൻ നല്ലൊരു വാക്കില്ല. അതാണ് ഖുർആനിൽ അല്ലാഹു പ്രയോഗിച്ചത്. അതാണത്രേ കുടുംബജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. സഹോദരങ്ങൾ, ഈ ഇരിക്കുന്ന എല്ലാവർക്കും പറയാൻ പറ്റുമോ? സഹോദരിമാരോടും പറയാൻ നമുക്ക് പറയാൻ പറ്റുമോ നമ്മളെ കുടുംബജീവിതം ആ രൂപത്തിൽ സന്തോഷത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന്? അതിൽ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടുന്ന, സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഭാഗത്ത് മഹാനായ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. തകൂനു സൗജ ഖുറത്തു ഐൻ, ഭാര്യ ഭർത്താവിന് കൺകുളിർമയുള്ളവളായി തീരും. ഭാര്യ ഭർത്താവിന് കൺകുളിർമയുള്ളവളായി തീരും. ലിസൗജിഹ, അല്ലേ? അതുപോലെ തന്നെ വസ്സൗജു ഖുറത്തു ഐനി ലിസൗജതിഹി, ഭർത്താവ് ഭാര്യക്കും കൺകുളിർമയുള്ള ആളായി തീരും. എങ്ങനെയാണ് എങ്കിൽ അവർ ഇരുവരും അള്ളാഹുവിന്റെ ദീനിൽ അവർക്ക് ബാധ്യതയായ കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കുകയാണ് എങ്കിൽ. നമ്മളെ വീട്ടില് അനിസ്ലാമികതകളില്ല എന്ന് നമ്മൾ ഉറപ്പിക്കുക. ആരാണ് ദയ്യൂസ്
ദയ്യൂസ് എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടുകാർക്ക് അധർമ്മങ്ങൾ ചെയ്യാൻ സൗകര്യമൊരുക്കുന്ന ഗൃഹനാഥൻ എന്നാണ് അർത്ഥം. ചുമരിൽ തൂക്കി വെച്ച ടെലിവിഷനിൽ നമ്മൾ കാണുന്നത് ഹലാലാണോ? ഇതൊക്കെ നിങ്ങൾ പറയുമ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, 6-ാം നൂറ്റാണ്ടിൽ വണ്ടി കയറാത്ത ഒരു ഉസ്താദ് നടന്ന ക്ലാസ് എടുത്തുക്കുന്നത്. പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ആലോചിക്കാൻ, നേരത്തെ പറഞ്ഞ പോലെ ആ തീക്കെട്ടുണ്ടല്ലോ, അങ്ങനെ കയ്യിൽ പിടിച്ചോണ്ടൊരു ഉപമുണ്ടല്ലോ, അത് വല്ലാതെ ഇന്നുണ്ട്. റിയാലിറ്റി ഷോകളാ വീട്ടില്, അള്ളാഹ് തന്ന വീടിന്റെ ഉള്ളില്. സീരിയലുകൾ കാണുന്ന ആളുകളുണ്ട്, മുജാഹിദാണ് എന്നാലും കാണുന്നെ. നമ്മൾ യഥാർത്ഥത്തിൽ മുജാഹിദായിട്ടുണ്ടോ? അതുപോലെ തന്നെ മ്യൂസിക് കേൾക്കുന്ന ആളുകളുണ്ട്. തൻ്റെ മൊബൈൽ ഫോണിൽ സെർച്ച് എഞ്ചിനുകളിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വാക്കുകൾ അള്ളാഹ്ക്ക് പൊരുത്തുള്ളതാണോ? മനുഷ്യന്റെ അവന്റെ നന്മതിന്മകൾ എഴുതുന്ന കാലം മുതൽ കിറാമൻ കാത്തിബീൻ എന്നാണ്, മാന്യന്മാരായ മലക്കുകൾ അവനെ എഴുതി വെക്കുന്നുണ്ട്. അഖ്വഫുആയ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന ആയത്ത് ഏതാണ്? വസ്സമായി വത്വാരിഖിൽ ആയത്താണ്. യൗമ തുബ്ലസ് സറായിർ, യൗമ തുബ്ലസ് സറായിർ, മാസ്ക് ചീന്തും. അതതിന്റെ അർത്ഥം. രഹസ്യങ്ങളെ അള്ളാഹു പരസ്യമാക്കുന്ന ലോകം. ഇങ്ങനെ ഒരു ശ്രദ്ധ, അകവും പുറവും ഒരുമിച്ചായിട്ടുള്ള ഒരു ശ്രദ്ധ ജീവിതത്തിലുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഭർത്താവിനെ ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും വഞ്ചിക്കുന്നില്ല എന്നുള്ള മനസ്സുണ്ട് എങ്കിൽ, സഹോദരങ്ങളെ, ആ ജീവിതം ധന്യമാണ്. അവിഹിതങ്ങൾ അധികരിച്ചു വരികയാണ്. അത് ഭാര്യമാരാണെങ്കിലും ഭർത്താക്കന്മാരാണെങ്കിലും ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് വീടിന്റെ ഉള്ളിൽ ദീനുണ്ടോ എന്നാണ്. അതിനുവേണ്ടി പണ്ഡിതന്മാർ പറഞ്ഞ കുറച്ച് ടിപ്സ് എന്തറിയോ? ഇസ്ലാമിക ബുക്സുകൾ വീട്ടിലുണ്ടാകണം. വിശ്വാസകാര്യങ്ങൾ, കർമ്മകാര്യങ്ങൾ, ചരിത്ര ഗ്രന്ഥങ്ങൾ, എന്തെല്ലാം നല്ല പുസ്തകങ്ങൾ അത് നമ്മുടെ വീട്ടിലുണ്ടാകണം. അത് നമ്മുടെ വീടിന്റെ സ്വീകരണ മുറിയിലെ സോഫയിൽ ഇരുന്ന് വായിക്കുന്നത് നമ്മുടെ കുട്ടികൾ കാണണം. അതുപോലെ തന്നെ നല്ല നല്ല പ്രഭാഷണങ്ങൾ ഉലമാക്കൾ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ പാരായണം, സുന്നത്ത് നിസ്കാരങ്ങൾ നിങ്ങൾ വീട്ടിൽ നിന്നാക്കണേ എന്ന് പറഞ്ഞത് എന്തിനാ? ആ വീട് നന്മ സ്ഫുരിക്കാൻ വേണ്ടിയാണ്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, പ്രവാചകന്റെ കാലത്ത് സ്വഹാബി കുട്ടികൾ പഠിച്ച മദ്രസ ഏതാ? അന്ന് സലഫി മദ്രസ, നൂറുൽ ഇസ്ലാം മദ്രസ, അങ്ങനത്തെ മദ്രസകൾ അന്നുണ്ടോ? ഇല്ല. അന്ന കാലത്ത് അവരുടെ മദ്രസകൾ എന്ന് പറയുന്നത് ഒലമ്മിപ്പിയാണ്. ഷാഫിഈ ഇമാം ഖുർആനിന്റെ പകുതി ഹിഫ്ളാക്കിയത് ഉമ്മാന്റെ മടിയിൽ കിടന്നിട്ടാണ്. ചരിത്രത്തിൽ അങ്ങനെ എത്ര മഹാന്മാരെ വാർത്തെടുത്തിട്ടുണ്ട് മാതാപിതാക്കൾ. മുസല്ല വിരിച്ച് കൃത്യമായി ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കുന്ന ഉമ്മ 2 മണിക്കൂർ വയന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഉമ്മാന്റെ പ്രവൃത്തി കണ്ട് കുട്ടി പഠിക്കും. വിശുദ്ധ ഖുർആനിന്റെ വചനാമൃതങ്ങൾ, ഖുർആൻ നിവർത്തി ഓതുന്ന ഉമ്മാനെ കണ്ട് വളരുന്ന മക്കള് പേക്കുവോ? ഫോണ് കളിക്കണ്ട എന്ന് മക്കളോട് പറയും. ഒഴിവ് കിട്ടിയ നമ്മളെ ഇമ്മയാണ്. ഒരു ക്ലാസ്സിൽ പോലും ഇരുന്നാലും ഫോണിലാണ്, ശ്രദ്ധ ഉണ്ടാവൂല. ഈ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മക്കളെ ഉപദേശിക്കാൻ കഴിയുക? എനിക്ക് പറയാൻ പറ്റണം. എൻ്റെ 3 മക്കളെ വിഷയത്തിൽ ഒരു മ്യൂസിക് കേൾക്കുന്ന സമയത്ത് പറയും, അബി അത് ഹറാമല്ലേ? എന്നോട് ചോദിക്കും. വണ്ടി കയറുമ്പോ ദുആ ചൊല്ലിയൊന്ന് എന്നോട് ചോദിക്കും. ഒരു ഓർമ്മപ്പെടുത്തും, സുബ്ഹാനല്ലദീ സഖറ ലനാ, ചൊല്ലിപ്പിക്കുന്ന കൊണ്ട് എന്തൊരു സന്തോഷാണ്. വീട്ടിൽ കയറുമ്പോ എനിക്ക് 3.5 വയസ്സായ മോളുണ്ട്. ബിസ്മില്ല ചെല്ലാതെ വീട്ടിൽ കയറൂല. അതെന്റെ ഭാര്യയിൽ നിന്ന് കിട്ടിയ ക്വാളിറ്റിയാണ്. ഞാൻ അതുകൊണ്ട് ആ വിഷയത്തിൽ സന്തോഷവാനാണ്. നമ്മളെ മക്കൾ ഖുർആൻ ഓത്ത് പഠിക്കേണ്ടത്, വിശിഷ്യ സൂറത്തുൽ ഫാത്തിഹ പഠിക്കേണ്ടത് മദ്രസ എന്നല്ല, നമ്മളെടുത്തുനിന്നാണ്. നമ്മളെ മക്കൾ വളർന്നു വലുതായി, പക്വതയെത്തി വളർന്നു വലുതായി വലിയ ആളുകളായി ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ അവർ നിസ്കാരത്തിൽ ചൊല്ലിയ ഈ ഫാത്തിഹ സൂറത്തിന്റെ കൂലിയൊക്കെ നമുക്ക് കിട്ടും. നമ്മളത്ര ശ്രദ്ധയും താല്പര്യങ്ങളൊന്നും മദ്രസ ഉസ്താദന്മാർക്ക് ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ
നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾക്ക് വല്ലതും ഉപദേശിക്കാനുണ്ടോ അത് നിങ്ങളുടെ പ്രൈവറ്റ് ബെഡ്റൂമിലായിരിക്കണേ എന്ന് പറഞ്ഞത് എന്തിനാ അത് പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ അത് പരാമർശിച്ചത് എന്തിനാ? നിങ്ങളെ മക്കളുടെ മുമ്പിൽ ഒരിക്കലും ഒരു ഭാര്യയും ഭർത്താവും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണത് വഴക്കുണ്ടാക്കുക എന്നുള്ളത്. അത് ഖുർആനും ഹദീസും മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ കുടുംബരംഗങ്ങളെ കുറിച്ച് പഠിക്കുന്ന വിദഗ്ധന്മാർ പറയണത് ഒരിക്കലും നിങ്ങളെ മക്കളുടെ മുമ്പിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് വഴക്കുണ്ടാക്കരുത്. കാരണം അത് അവരുടെ മനസ്സിനെ കൊന്നുകളയും. ഞാൻ അതാ നേരത്തെ പറഞ്ഞത്, ഉപ്പയും ഉമ്മയും ഉണ്ട് എന്നേ ഉള്ളൂ, ഇല്ലാത്ത പോലെ ജീവിക്കുന്ന കുറെ മക്കളുണ്ട്. വീടിന്റെ ഡൈനിങ് ഹാളിൽ സ്ഥാപിക്കപ്പെട്ട തീന്മേശ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനാണത്. അത് വിരുന്നേര് വരുമ്പോൾ ഓർക്ക് കൊടുക്കാൻ മാത്രമല്ല, അതിന്റെ ചുറ്റും ഇരിക്കാൻ പറഞ്ഞെന്തിനാ? ഭാര്യ ഭർത്താവിന്റെ വായിലേക്ക് സ്നേഹത്തോടെ ചോറുരുള വെച്ചു കൊടുക്കുന്നത് മക്കൾ കാണട്ടെ. എൻ്റെ ഉപ്പയും ഉമ്മയും എന്തൊരു സ്നേഹത്തിലാണ്. അങ്ങനെ നിങ്ങൾ വഴക്കൊന്നുണ്ടാക്കാതെ കളിച്ചും രസിച്ചും ഒരു ദിവസം കഴിച്ചുകൂട്ടിയാൽ കാണി നിങ്ങളെ കുട്ടികളാണ് സന്തോഷം കൊണ്ട് അപ്പുറത്തിരുന്ന് ഇങ്ങനെ പാട്ട് പാടുന്നുണ്ടാവും, ഓലപ്പുറത്ത് ഇങ്ങനെ കളിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ എന്തിനും ഏതിനും ഓൽക്ക് വാശിയായിരിക്കും. ഈ വാശിയുള്ള കുട്ടിയെ, കുസൃതിയുള്ള കുട്ടിയെ, പറഞ്ഞ കേൾക്കാത്ത കുട്ടിയെ വാർത്തെടുത്തത് നമ്മുടെ അച്ഛനിട്ടിട്ടാണ്. എന്താ തെളിവ് ഉസ്താദേ? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഏതൊരു കുട്ടിയും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്, നല്ല പ്യുവർ ഹൃദയത്തോടെ നമ്മുടെ കയ്യിൽ തന്നത്. ആ കുട്ടി അഗ്നി ആരാധകനാക്കുന്നതും യഹൂദിയാക്കുന്നതും പിഴച്ച കുട്ടിയാക്കുന്നതും അവന്റെ മാതാപിതാക്കളാണെന്നാ പറഞ്ഞത്. മക്കളെ പ്രസവിക്കുക, ഓൾക്ക് വേണ്ട ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക, വൈറ്റമിൻസ് ഫുഡ്സ് മേടിച്ചു കൊടുക്കുക, ഇത് മാത്രമൊന്നുമല്ല രക്ഷിതാവിന്റെ കടമ. അത് നമ്മുടെ നാട്ടിലെ ഇസ്ലാം ഇല്ലാത്തവരും ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി സ്കൂളിലൊക്കെ ചേർക്കുക. അവിടെ നിന്ന് നമ്മൾ വ്യത്യസ്തരാകുന്നത് എവിടെയെന്ന് പറയുന്നത് ധാർമ്മിക ബോധം നൽകുന്നതിലൂടെയാണ്. ഇവിടെ എല്ലാ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് 8 മുതൽ അവിടുന്ന് അങ്ങോട്ടുള്ള കുട്ടികൾക്കുള്ള മദ്രസ പഠനം കഴിഞ്ഞ കുട്ടികൾക്കുള്ള കണ്ടിന്യൂ റിലീജിയസ് എഡ്യൂക്കേഷൻ ഉണ്ട്, CRE. എല്ലാ ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ ഇവിടെ ഉണ്ട്. നമ്മൾ എത്ര മക്കൾ പങ്കെടുക്കുന്നുണ്ട്? CREയിൽ വന്നിട്ടുണ്ടായൊരു മാറ്റം എന്താ അറിയുക? ഒരു കുട്ടിന്റെ പിതാവ് അമ്മക്ക് അയച്ചൊരു മെസ്സേജ് എന്താ അറിയോ? 12 കൊല്ലം, അതായത് 12ാം ക്ലാസ്സിൽ +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരു അമുസ്ലിം ചെക്കനുമായിട്ട് അഫയർ. CRE ക്ലാസ്സിലെ ഒരു ഉസ്താദിന്റെ സംസാരം കേട്ടിട്ട് ആ കുട്ടിക്ക് മനപരിവർത്തനം വന്നിട്ട് വീട്ടിൽ ചെന്ന് പറയാണ്, നിങ്ങൾ രണ്ടാളെയും ഞാൻ ഇത്രയും കാലം വഞ്ചിക്കായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ഞാൻ ചെയ്യായിരുന്നു. കാര്യം കുട്ടി ഉമ്മാനോട് പറയാണ്. എന്നിട്ട് അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ച് നമ്മളെ ഉസ്താദന്മാർക്ക് മെസ്സേജ് എന്തറിയോ? ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്തത് മക്കളിൽ നിന്ന് കണ്ടെത്തി തിരുത്തി കൊടുത്ത നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. ആ പ്രാർത്ഥന പോരെ നമ്മുടെ ദഅവത്ത് വിജയിക്കാൻ? അങ്ങനെ കുറെ ആളുകളെ തിരിച്ചു കൊടുത്ത പ്രസ്ഥാനമാണ് ഈ കൂട്ടായ്മ. ഇന്ന് വരെ കൊയിലാണ്ടിയിൽ ഒരു പ്രൊഫൈസ് എന്ന് പറയുന്ന പരിപാടി നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണേ. പ്രൊഫഷണൽ രംഗത്തുള്ള അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളെയും തെരഞ്ഞു പിടിച്ച് അവരുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രയാസങ്ങളും അവസ്ഥകളും ഉൾക്കൊണ്ട് മനസ്സിലാക്കി പഠന വിധേയമാക്കി വിഷയങ്ങൾ തയ്യാറായി അവതരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പരലോകത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരിക്കലും പരലോകത്ത് രക്ഷപ്പെടൂല. കാരണം എന്താ? നമുക്കിന്ന് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് പഠിക്കാൻ. പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് മക്കൾക്ക് ദീന് കൊടുക്കുക. രാവിലെ എണീക്കുന്ന മക്കളെ, പ്രത്യേകിച്ച് ഉമ്മമാരോട് ഞാൻ പറയാണ്, ഉപ്പമാര് വീട്ടിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് 3 രംഗം നിങ്ങൾ അവർക്ക് ഏറെ സന്തോഷം കൊടുക്കേണ്ട രംഗമാണ് മക്കൾക്ക്. ഒന്നേതറിയോ? രാവിലെ ബെഡിന്ന് രാവിലെ എണീറ്റ് വരുമ്പോൾ നിങ്ങൾ ദേഷ്യപ്പെട്ട മുഖമല്ല കുട്ടി കാണേണ്ടത്. ചിരിച്ച് കളിപ്പിച്ച് കുട്ടിനെ എണീപ്പിക്കുക. മോളെ മോനെ ചെല്ലിയോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദ മാ മാതന. അതാ കുട്ടിയുടെ മനസ്സിൽ ഇൻജക്ട് ചെയ്താൽ പിന്നെ അത് മറക്കൂല. രണ്ടാമത്തെ രംഗം എന്ന് പറയുന്നത് രാത്രി കുട്ടി ഉറങ്ങുമ്പോഴാണ്. സന്തോഷത്തോടെ കുട്ടിയെ കരയിപ്പിച്ചിട്ടല്ല, തല്ലിയിട്ടല്ല ഉറക്കേണ്ടത്. അടുത്ത് കിടന്ന കഥകൾ പറഞ്ഞ് സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് ഉറക്കണം. അതാ കുട്ടിക്ക് നൽകുന്ന മാനസിക ശക്തി ചെറുതല്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. മൂന്നാമത്തെ രംഗം, കുട്ടി സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ സ്വീകരിക്കാൻ ഉപ്പയമ്മയും പറ്റുമെങ്കിൽ കവാടത്തെങ്കിലും ഉണ്ടാകണം. എന്നിട്ട് ആ കുട്ടിയുടെ ബാഗ് നമ്മൾ മേടിച്ച് വെച്ച്, ടിഫിൻ ബോക്സ് ഒക്കെ ഇട്ട ചെറിയ ബാഗ് മാറ്റി വെച്ച് ആ കുട്ടിയോട് ഇന്ന് നടന്ന കാര്യങ്ങൾ ചോദിക്കണം. അല്ലേ?
അത് ആ കുട്ടികൾക്ക് നൽകുന്ന സന്തോഷം ചെറുതല്ല. നിങ്ങൾ കുട്ടികളെ കണ്ടിട്ടുണ്ട്, ഭാര്യയും ഭർത്താവും വീട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ചെറിയ കുട്ടികൾ ഇങ്ങനെ നോക്കിയിരിക്കണ കാണാം. അതെന്താ? ഓല് നമ്മളെ സ്കാൻ ചെയ്യാണ്. അവരും അതേപോലെയാണ് വളർന്നു വരിക. അതുകൊണ്ട് ഭാര്യ എന്നുള്ള നിലക്ക്, ഭർത്താവ് എന്നുള്ള നിലക്ക് സ്നേഹത്തോടു കൂടി നമുക്ക് ഇടപെടാം. എന്തെങ്കിലും പറയണ്ടെങ്കിൽ പ്രൈവറ്റ് ബെഡ്റൂമിൽ ചെന്ന് സംസാരിച്ച് തീർത്ത് മാനുഷികമാണ് അത് ചെയ്തിറങ്ങി വരിക. അങ്ങനെയുള്ള വീട്ടിൽ വളരുന്ന മക്കളുണ്ടല്ലോ, അവർക്ക് പറയുന്ന പേരാണ് സ്വാലിഹായ മക്കൾ. ഫുളൈൽ ഇബ്നു ഇയാദ് താബിഈങ്ങളിൽ പ്രമുഖനാണ്. അദ്ദേഹത്തിന്റെ മകൻ അലി തലതെറിച്ച മോനായിരുന്നു. ഉപ്പ മകന് വേണ്ടി എല്ലാം ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ഒരു നിലക്കും മകൻ നന്നാകുന്നില്ല എന്ന് കണ്ടപ്പോ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് അദ്ദേഹം പറയാണ്, അള്ളാഹ് മകൻ അലിയുടെ വിഷയത്തിൽ നീ ഇടപെടണേ. ഒരു ഉപ്പാന്റെ പ്രാർത്ഥന. നമ്മൾ ഇരിക്കുന്ന ആളുകളൊന്നും ചില്ലറക്കാരല്ല. ഉപ്പ ഉമ്മ എന്നുള്ള പദവി ഭയങ്കര പവറുള്ള പദവിയാണ്. അത് വെച്ച് പ്രാർത്ഥിച്ചാൽ അള്ളാഹ് തട്ടൂല. അലിക്ക് വേണ്ടി ഫുളൈൽ ഇബ്നു ഇയാദ് ദുആ ചെയ്തപ്പോ അലി മാറി. എന്താ മാറ്റം? ഇബ്നു മുബാറക് റഹിമഹുല്ല എന്ന് പറയുന്ന താബിഈ പറയുകയാണ്. എന്താ പറഞ്ഞത്? ഫുളൈൽ ഇബ്നു ഇയാദ് പ്രമുഖനായ അറിയപ്പെട്ട നല്ല വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മകൻ അലി അദ്ദേഹത്തെക്കാൾ നല്ലവനാണ് എന്ന് പറയുമാറ് മാറ്റം വന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു കുടുംബജീവിതമുണ്ട് എങ്കിൽ സന്തോഷകരമായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കുറവുകളും കുറ്റങ്ങളും മാനുഷികമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബന്ധങ്ങളിൽ, അയൽപക്ക ബന്ധം, അതുപോലെ കുടുംബ ബന്ധം, ഇവിടെയെങ്കിലും ഉലച്ചിലുകളുണ്ട് എങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ പള്ളിയിലേക്ക് കൊണ്ടുവരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മക്കളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ സമയത്ത് അവർക്ക് നമ്മൾ കൊടുക്കുന്ന കുറെ മെസ്സേജുകളുണ്ട്. ആ മെസ്സേജ് അവർക്ക് കിട്ടട്ടെ. അതിനുവേണ്ടി നന്മകൾ അവരെ ശീലിപ്പിക്കാൻ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ വളർന്ന് വലുതായ മക്കളാണ് ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമ. അവരെ കുറിച്ച് അവിടുന്ന് പറഞ്ഞത് എന്താ? സയ്യിദ ശബാബ അഹ്ലിൽ ജന്ന. സ്വർഗത്തിലെ യുവാക്കളുടെ ക്യാപ്റ്റന്മാരാണ് ഹസനും ഹുസൈനും എന്നാണ്. അള്ളാന്റെ റസൂൽ ഒരിക്കൽ മദീന മിമ്പറിൽ ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കെ വീണ് ഉരുണ്ട് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ഓടി വരുമ്പോ തന്റെ ഖുത്ബ നിർത്തിയിട്ട് തന്റെ മകന്റെ അടുക്കലേക്ക് ഓടി ചെന്നിട്ട് തന്റെ മകനെ കോരിയെടുത്ത് ഉമ്മ കൊടുത്തിട്ട് റസൂലുള്ള ഖുർആനിലെ ഒരു വചനമോദി, എന്ത്? നിങ്ങളുടെ ഭാര്യ സന്താനങ്ങളിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് എന്ന് അള്ളാഹ് പറഞ്ഞതിന്റെ ഒരു ഉദ്ദേശം ഇതാണ്. കാരണം എന്താ? അത്രയും നല്ലൊരു ഇബാദത്ത് നിർത്തിയിട്ടാണ് ഞാൻ ഇവനിലേക്ക് ഓടി വന്നത് എന്നാണ്, അല്ലേ? അത്രമേൽ നിങ്ങൾ നോക്ക്, സുജൂദ് ചെയ്യുന്ന സമയത്ത് നബിയുടെ ഷോൾഡറിൽ കയറിയിരുന്ന ഹസനും ഹുസൈനും ഇറങ്ങട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തത്, അതിനെക്കുറിച്ച് പണ്ഡിതന്മാരിൽ ചർച്ച ചെയ്യുന്നുണ്ട്. എന്താ ചർച്ച? ബദനിയായി നമ്മൾ നിർവഹിക്കുന്ന ഏറ്റവും നല്ല ആരാധനയാണ് നിസ്കാരം. ആ നിസ്കാരത്തിൽ ഒരു അടിമ റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന രംഗാണ് സുജൂദ്. ആ സുജൂദിൽ തന്റെ പേരക്കുട്ടികൾ പെരടിയിൽ കയറിയിരുന്നിട്ട് അവരെ ഇറക്കി വിടാതെ നബി അവർക്ക് വേണ്ടി കാത്തിരുന്നത് ആ സുജൂദിനേക്കാളും നിസ്കാരത്തെക്കാളും പ്രയോറിറ്റി ആ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ മക്കൾക്ക് നല്ല ശിക്ഷണം നൽകുന്നതിൽ, അവരുടെ മുന്നിൽ നല്ല സ്വഭാവം കാണിക്കുന്നതിൽ അത്രമേൽ പ്രാധാന്യമുണ്ട് എന്ന് അത് അറിയിക്കുകയാണ്, അല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്ക്, ചില മാതാപിതാക്കൾക്കൊക്കെ മക്കളോടുള്ള സ്നേഹം നിറഞ്ഞൊഴുകൽ എവിടെ അറിയോ? രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോഴാ. ഉണർന്നിരിക്കുമ്പോഴൊക്കെ അവരോട് അതിശക്തമായ ശബ്ദത്തിൽ സംസാരിച്ച്, ഗൗരവത്തിൽ സംസാരിച്ച്, രാത്രി കുട്ടി ഉറങ്ങാൻ പോയ എൻ്റെ കുട്ടിനെ ഞാനിന്ന് കുറേ കുറ്റം പറഞ്ഞു, എൻ്റെ കുട്ടിനെ ഞാൻ കുറേ തല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിനെ സ്നേഹിക്കേണ്ടത് കുട്ടി ഉറങ്ങിയിട്ടാ. അത് കുട്ടി കാണില്ല. നിങ്ങളെ ദേഷ്യം വേണമെങ്കിൽ കുട്ടി ഉറങ്ങിയിട്ട് തീർത്തോളി. ഉണർന്നിരിക്കുമ്പോ കുട്ടി കാണേണ്ടത് സ്നേഹമാണ്. അങ്ങനെയുള്ള വീടകങ്ങളിൽ നിന്നാണ് ആരോഗ്യമുള്ള മനസ്സുള്ള കുട്ടികൾ വളർന്നു വരിക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സുമുറമാരും റാഫിഈമാരും നമ്മുടെ കുടുംബത്തിൽ നിന്നുണ്ടാകണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. നിങ്ങൾ നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒട്ടനവധി അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് നമ്മുടെ മക്കൾ. ആ മക്കളെ ആ രൂപത്തിൽ ട്രീറ്റ് ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ. ഇപ്പൊ എൻ്റെ നാട് മലപ്പുറം ജില്ലയിലാണ്.
കരുവാരക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കഴിഞ്ഞ ദിവസത്തിലെ 17 വയസ്സുകാരൻ 14 വയസ്സുകാരിയെ കൈകൾ പിറകിലേക്ക് വലിച്ചു കെട്ടി ലൈംഗികമായി ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചു കൊന്നത്. എന്താണ് ഇപ്പൊ പ്രായം? ഈ തലമുറയോട് നിങ്ങൾ ധാർമ്മികത പ്രസംഗിച്ചോ കാണി. ഓല് പറയും തന്ത വൈബ്, ഓല് പറയും അമ്മാവന്മാര്, അല്ലേ, ലോകം തിരിയാത്തവർ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ഈ തലമുറ അറിയണം എത്രത്തോളം അപകടകരമായ അവസ്ഥയിലേക്കാണ് ലഹരി, ലിബറലിസം, അതുപോലെ തന്നെ ഫെമിനിസ്റ്റ് ചിന്താഗതികൾ, ഇതൊക്കെ നമ്മുടെ മക്കളിൽ നിന്ന് വളർന്നുകൊണ്ടിരിക്കുക. ഒരു മുസ്ലിം പെൺകുട്ടിയെ പറഞ്ഞത് എന്ത്? ഇസ്ലാമിൽ പലതും അഴിച്ചു പണിയേണ്ടതുണ്ട് എന്ന്. ആരോട്? മീഡിയക്കാരോട്. ഇതൊക്കെ നമ്മുടെ മാപ്പിള കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കുട്ടികളാണ്. ഈ കുട്ടികളെ ഈ രൂപത്തിലാക്കിയെടുത്തത് ആരാണ് പ്രിയപ്പെട്ടവരെ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വലിയ തടിച്ച ഒരു മരത്തിന്റെ കൊമ്പാണ് എങ്കിൽ അത് വളഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്താൻ കഴിയില്ല. പണ്ഡിതന്മാര് പറയാൻ. നേരെ മറിച്ച് അത് സ്കെൽട്ടായ ഒരു കൊമ്പാണെങ്കിലോ നമുക്ക് നിർത്താൻ കഴിയും. കേരളത്തിൽ അറിയപ്പെട്ട ജില്ലയിൽ ഒരച്ഛനും അമ്മയും നെൽപ്പാടത്തിന് നടുവിലുള്ള റോട്ടിൽ അൾട്ടോ കാറിന്റെ ഉള്ളിൽ പെട്രോൾ ഒഴിച്ച് സീറ്റ് ബെൽറ്റ് ഇട്ട് അവർ ആത്മഹത്യ ചെയ്തു, കത്തിച്ചിട്ട്. അവരെഴുതി വെച്ചത് എന്താ? വീട്ടില് മക്കളെ ശല്യം സഹിക്കണില്ല എന്നാണ്. മലപ്പുറം ജില്ലയിലെ DADC സെന്ററിൽ +2 പഠിക്കുന്ന ഒരു ചെക്കനെ കൊണ്ടുവന്ന ഒരാള് ലഹരി. അന്ന് നമ്മുടെ ഈ കൂട്ടായ്മയിലെ ഇന്നും സജീവമായി നിലനിൽക്കുന്ന ഒരു പണ്ഡിതന്റെ ക്ലാസ് കേട്ടിട്ട് ആ ക്ലാസ് കഴിഞ്ഞ ഉടനെ ആ ചെക്കൻ ഓടി വന്നിട്ട് അയാളെ കെട്ടിപ്പിടിച്ചിട്ട്, ഉസ്താദേ, നിങ്ങൾ ഉമ്മാനെ കുറിച്ച് പറഞ്ഞതിന്റെ മനസ്സിൽ കൊണ്ടുവന്നു, നിങ്ങൾ ഉമ്മാനെ കുറിച്ച് പറഞ്ഞതിന്റെ മനസ്സിൽ വല്ലാതെ കൊണ്ടുപോകും. പക്ഷെ ഞാനേ 5ാമത്തെ DADC സെന്ററിലാണ് വരുന്നേ. ഞാനിനി ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ എന്നെ കാത്തിരിക്കുന്ന എൻ്റെ കൂട്ടുകാരന്മാരുടെ ലോകമുണ്ട്. ഞാൻ ഇനിയും അതിലേക്ക് പോകുന്നതിന് ഉറപ്പുണ്ട്. ഞാൻ പേക്കാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. മോനെ, നീ എങ്ങനെയാണ് അതിൽ എത്തിപ്പെട്ടത്? സ്പോർട്സ് നടക്കുകയാണ് സ്കൂളിൽ. അപ്പോൾ ഗ്രൗണ്ടിൽ കൂടി ഇങ്ങനെ ഓരോൻ്റെ കൂട്ടുകാരന്മാരുടെ കൂടെ നടക്കുമ്പോൾ വേറെ കുറച്ച് അലമ്പ് ചെക്കന്മാര് എന്തൊക്കെയോ ചുരുട്ടി വലിക്കുന്നുണ്ട്. ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു, 2 പഫ് വലിക്കണോ? അപ്പൊ ഓ വേണ്ടെന്നൊക്കെ പറഞ്ഞു. അവസാനം ഒരു നിർബന്ധിച്ച് എന്താ ആകാശം ഇടിഞ്ഞു വീഴും, വലിക്കടാ എന്ന് പറഞ്ഞ് വലിപ്പിച്ചു. വലിപ്പിച്ചപ്പോ ഞാനിങ്ങനെ പറന്നുപോയി എന്നറിഞ്ഞു. പിന്നെ എനിക്കത് ഒഴിവാക്കാൻ പറ്റണില്ല. ഞാനിപ്പോൾ അതങ്ങനൊക്കെ ആയി എന്നാണ്. നമ്മളെ മക്കളാരും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണത് ലഹരി ഉപയോഗിക്കണ ആളായി തീരണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല. ലിബറൽ വാദങ്ങൾ തലക്കിലേറ്റി വരണമെന്ന് വിചാരിച്ചിട്ട് പോണ കുട്ടികളല്ല, ഒലായി പോവാൻ. എല്ലാ തിന്മകളും ഹോൾസെയിലായിട്ട് കിട്ടുന്ന രംഗങ്ങളായി ക്യാമ്പസുകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ എത്രത്തോളം ഗൗരവമായി ദീൻ അവർക്ക് കൊടുക്കണം. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന CRE നമ്മളെ കുട്ടി പങ്കെടുക്കുന്നുണ്ടോ? സുബൈർ സലഫിയുടെ ഇന്ന് കേരളത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ രംഗത്ത് ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ അള്ളാഹു അദ്ദേഹത്തിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഖുർആൻ ക്ലാസ് ഉണ്ട് ഇവിടെ. ശനിയാഴ്ച സുബൈക്ക് 10-30ഓളം ആളുകള് 40ഓളം ആളുകള് സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പുരുഷന്മാർക്ക് മാത്രമായിട്ടുള്ള ക്ലാസ്സാണ്. ലേഡീസിന് ഇവിടെ ബുധനാഴ്ച ക്ലാസ് ഉണ്ട്. എത്ര ആള് പങ്കെടുക്കലുണ്ട്? ഞാൻ ആഴ്ചയിൽ 8 ഖുർആൻ ക്ലാസ് എടുക്കുന്ന ആളാണ്. നിങ്ങൾ വിചാരിക്കും ആഴ്ചയിൽ 7 ദിവസമല്ലേ ഉള്ളൂ. ചില ദിവസം 2 ക്ലാസ്സൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ സർവീസ് പറയാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടോ. പിന്നെ എന്തിനറിയോ, ഈ ക്ലാസ് ഞാൻ ഈ ഖുർആൻ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് എൻ്റെ പഠിതാക്കളോട് ഞാൻ പറയാറുണ്ട്, ഖുർആൻ പഠിക്കേണ്ട സദസ്സിൽ നിങ്ങളൊരു 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് വന്നോക്കാണി, നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും. ഖുർആനുമായി ബന്ധപ്പെടാത്തവർക്ക് കുടുംബത്തിൽ മാറാൻ കഴിയില്ല. ഓർക്കൊരു ഇസ്ലാമിക കുടുംബം വാർത്തെടുക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. കാരണം എന്താ? വിശുദ്ധ ഖുർആനാണ് നമ്മുടെ ജീവിതത്തിന്റെ പദ്ധതി. അതില് ഒരു സഹോദരി എൻ്റെ വൈഫിന് അയച്ചൊരു മെസ്സേജ്, എനിക്കൊരു 16 അല്ലെങ്കിൽ വേണ്ട അതിലേറെ മണിക്കൂറുകൾ ഒറ്റ നിൽപ്പിൽ നിന്ന് പ്രസംഗിക്കാൻ മാത്രമല്ല ഊർജം കിട്ടിയൊരു വോയിസ് ആയിരുന്നത്. അതെ, നിങ്ങൾ പറഞ്ഞ 6 മാസം കൃത്യമായിട്ട് പങ്കെടുത്ത ഒരാളാണ് ഞാൻ. ഖുർആൻ ക്ലാസ്സിലൊന്നും അങ്ങനെ പങ്കെടുക്കുന്ന ആളല്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അതിൻ്റെതായ മാറ്റങ്ങൾ, എനിക്കിന്ന് കൃത്യമായിട്ട് നിസ്കരിക്കണം, എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കണം, എല്ലാ നിലക്കുണ്ട്. എല്ലാ നിലക്കും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് ഇപ്പൊ ഖുർആൻ ക്ലാസ് കേട്ടാലേ ആ സ്ത്രീ അധികം ക്ലാസ്സിൽ ഞാൻ എന്ത് പറഞ്ഞാലും അല്ലേ കണ്ണിന്ന് വെള്ളം പൊട്ടുന്നൊരവസ്ഥയിലേക്ക് മനസ്സ് മാറി. മനുഷ്യന്റെ ഹൃദയം കല്ലിന് വെല്ലുന്ന ഹൃദയം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്.
ചില കല്ലുകൾ അള്ളാനെ പേടിച്ചിട്ട് ആകാശത്തിന്റെ മലന്റെ മേലെന്ന് ഉരുണ്ട് വീഴും. ചില കല്ലുകൾ നിങ്ങൾ പുഴയത്തെ കല്ലുണ്ടിട്ടില്ലേ, ഉരുണ്ട് ഉരുണ്ട് നല്ല ഷാർപ്പായിട്ടുണ്ടാവും അല്ലേ. ചില കല്ലിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഒഴുകുന്നുണ്ട്. എന്നാൽ ചില മനുഷ്യ ഹൃദയങ്ങളോ കല്ലുകളേക്കാൾ കഠിനമുള്ള ഹൃദയങ്ങളായി പോയി. എന്ത് നന്മ കേട്ടാലും ഏത് മരണ വാർത്ത കേട്ടാലും ഓല മനസ്സിൽ ഒരു ചാഞ്ചാട്ടവുമില്ല. സഹോദരങ്ങളെ, കിട്ടിയ ജീവിതം ധന്യമാക്കാൻ നമുക്ക് പറ്റണം. എത്ര ആളുകളെ രോഗികളായി കിടക്കണേ. 36 വയസ്സുകാരിയായ ഒരു ചെറുപ്പക്കാരി 11 കൊല്ലങ്ങൾക്ക് മുമ്പ് കിഡ്നി രോഗം വന്നു. ഓളമ്മാന്റെ കിഡ്നി മാറ്റിച്ചു കൊടുത്ത് വീണ്ടും അതേ രോഗം ആ കുട്ടിക്ക് വന്നിക്കുക അല്ലേ. ഞാൻ ഇന്ന് പോരും എന്റെ സുഹൃത്തിനോട് പറഞ്ഞു, ക്യാൻസർ രോഗികളായി മരണപ്പെട്ടു പോയ കൊച്ചുകുട്ടികൾ. മിനിഞ്ഞാന്ന് ഞാനൊരു ക്ലാസ്സിന് കയറുമ്പോ ബോംബെയിലുള്ള സുഹൃത്ത് പറയാണ്, ക്യാൻസർ വന്നിട്ട് കാലിന്റെ മുട്ടിന്റെ വേല വരെ മുറിച്ചു. കോടിക്കണക്കിന് രൂപ വില പതിക്കുന്ന മനുഷ്യന്റെ ഒറിജിനൽ കാലിന്റെ പോലത്തെ തന്നെ കാലാണ് ആ കുട്ടിക്ക് ജർമ്മനിയിൽ നിന്ന് ഇവിടുന്ന് വരുത്തിയിട്ട് വെച്ചു കൊടുത്ത്. പൈസ ഉള്ള ടീമാ. അങ്ങനെയൊക്കെ ട്രീറ്റ്മെന്റ് നടത്താൻ പൈസ ഉണ്ടായിട്ടും ഇപ്പോ വയറ്റിലേക്ക് ക്യാൻസർ സ്പ്രെഡ് ആയിരിക്കുകയാണ്. തിരിച്ചു പിടിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണെന്ന് പറഞ്ഞ് കരയുന്നു. അള്ളാഹു ആ കുട്ടിക്ക് ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ ആരുടെയെങ്കിലും ഒരു ആമ്യം സ്വീകരിച്ചാൽ ആ കുട്ടി രക്ഷപ്പെട്ടാലോ. 19 വയസ്സാണ്. ഈ കണ്ണൂർ ജില്ലയില് വർഷങ്ങളോളം പ്രവാസിയായ ഒരു മനുഷ്യന് ക്യാൻസർ വന്നിട്ട് കീമോ ചെയ്തു. 5 എണ്ണം. തൊണ്ടയില് ഉമിനീർ ഗ്രന്ഥികൾ അടഞ്ഞുപോയി, വായ ഡ്രൈ ആയി, സംസാരിക്കാൻ കഴിയില്ല. വായ പൊളിച്ചാൽ രക്തമൊലിക്കും ചുണ്ടുമ്മ കൂടി. എന്താ മനുഷ്യന്മാരില്ലേ. രാവിലെ ചൊല്ലുന്ന അദ്കാറുകളിൽ അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, റബ്ബേ എന്റെ ശരീരത്തിന് നീ ആഫിയത്ത് നൽകണേ എന്ന് എണ്ണി എണ്ണി പറയുന്നവരാണ് നമ്മൾ അല്ലേ. ഈ അനുഗ്രഹങ്ങളൊക്കെ ഈ ചെറിയ കാലയളവിൽ നമ്മെ ഏൽപ്പിച്ചത് എന്തിനാണ്? റബ്ബിന്റെ കോടതിയിൽ അല്ലേ. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. അറിവില്ലാത്തതിന്റെ പിന്നാലെ പോകരുത്. നിങ്ങളുടെ കാഴ്ചശക്തി, കേൾവി ശക്തി, ചിന്താശേഷി ഇതിനെക്കുറിച്ച് ചോദ്യമുണ്ടെന്ന് പറഞ്ഞത് അല്ലേ. മഹാനായ അത്താഉസ്സലമ എന്ന് പറയുന്ന താബിഈ വര്യൻ കരഞ്ഞത് എന്തിനാണ്? അടിപൊളി കാർപ്പറ്റ് ഉണ്ടാക്കും. അദ്ദേഹത്തിന്റെ കടയിലേക്ക് ഒരാൾ വന്നപ്പോ പുതപ്പ് ഇങ്ങനെ നിവർത്തിയിട്ട് പറയാണ്, അടിപൊളിയാണല്ലടാ, സൂപ്പറാണ്, പക്ഷെ ഇവിടെ തുന്നിയ നൂല് കുറച്ചുകൂടി ഇപ്പുറത്തായിരുന്നെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത്താഉസ്സലമ കരഞ്ഞുപോയി. എന്തിനാ കരഞ്ഞു വെച്ച് പറയണം? നിങ്ങള് ഇപ്പോൾ പറഞ്ഞ ആ അഭിപ്രായം കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചത് പരലോകാണ്. നാളെ പരലോകത്ത് എന്റെ നമസ്കാരമാകുന്ന പുതപ്പിനെ അള്ളാഹ് നിവർത്തി നോക്കുമ്പോൾ അതിലെ റുക്കൂ ആകുന്ന നൂല് ശരിയല്ല, സുജൂദാകുന്ന നൂല് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് അതിനെ തിരുത്തുക എന്ന് അവർ ചിന്തിക്കുകയാണ്. ഓലെ ചിന്ത പരലോകാണ്. നബിക്ക് വേണ്ടി ഹാരിസ്യങ്ങളായി, കാവൽക്കാരായി മദീനയുടെ മണ്ണിൽ ഹുജറയുടെ പുറത്ത് കാവലിരിക്കാറുണ്ടായിരുന്നു രാത്രികാലങ്ങളിൽ സ്വഹാബ. ഒരിക്കലൊരു തണുത്ത രാത്രിയിൽ അവരിങ്ങനെ വട്ടം കൂടിയിരിക്കുമ്പോ ഓലെ സംസാര വിഷയം കുറച്ച് ഗൗരവമുള്ള വിഷയമുണ്ട്. സംസാരം ഉയർന്നു. നബിക്ക് ഉറക്കം ഡിസ്റ്റർബായി. നബി ഇറങ്ങി വന്നിട്ട് ചോദിച്ചത്, നിങ്ങൾ എന്താ സംസാരിക്കണേ? നബിയെ, ഞങ്ങൾ സംസാരിക്കുന്നത് മസീഹു ദജ്ജാലാണ്. ഇരുത്തത്തിലും കിടത്തത്തിലും ഓൽക്ക് ചിന്ത പരലോകായിരുന്നു. ഒരിക്കലൊരു സഹാബി സങ്കടപ്പെട്ടിരിക്കുകയാണ്. എന്തു പറ്റി? നബിയെ, മരിച്ചുപോയാൽ നിങ്ങളൊക്കെ വലിയ ദറജയിലായിരിക്കും പരലോകത്ത്. ദുനിയാവ് നിങ്ങളെ കാണാൻ തോന്നി എപ്പോഴും ഇങ്ങോട്ട് വരാ. റസൂൽ പറഞ്ഞെന്താ അല്ലേ, എന്ന് പറയുന്ന ആയത്ത് അവതരിച്ചത് ആ സമയത്താണ്. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണഭൂമിയിൽ യുദ്ധത്തിന് വേണ്ടി പോയപ്പോ വാളിന്റെ തലപ്പം അങ്ങനെ പരിശോധിച്ചപ്പോ തലപ്പ് പൊട്ടിയിട്ടുണ്ട്. തലപ്പ് പൊട്ടിയ വാള് കൊണ്ട് ഉപകാരങ്ങൾ കുറവാണ്. എല്ലാവരും ആലോചിച്ചോളൂ, ഇത് പ്രസംഗം കേട്ട് പിരിഞ്ഞു പോകാനുള്ളതല്ല, ജീവിതത്തിന്റെ ഗന്ധിയാക്കി മാറ്റാൻ നമുക്ക് പറ്റണം. അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് ഇന്ന് ഉഹദിലെ ആ ഖബർസ്ഥാനികൾ ഇങ്ങനെ നോക്കിയാലേ ആ ഗ്രില്ല് കെട്ടി ഇടണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 70 ആളാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കണേ. ആ 70-ൽ ഒരാളാണ് അബ്ദുല്ലാഹിബ്നു ജഹ്ഷ്. അദ്ദേഹം ഉഹദിൽ പ്രാർത്ഥിച്ചത് എന്താ?
ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായത്തി വ നിഹായയിൽ പറയുകയാണ്, അല്ലാഹുവേ, എന്റെ വാളിന് മൂർച്ചയില്ല. നിന്റെ ദീനിന്റെ ഒരു ശത്രുവിനെയെങ്കിലും ഈ വാള് കൊണ്ട് തീരുമാനമാക്കാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ, അതിന്റെ പേരിൽ മറ്റുള്ള ശത്രുക്കൾ എന്നെ വകവരുത്തി എന്റെ ശരീരത്തെ പിച്ചു ചീന്തി ഉഹദിന്റെ മണ്ണിൽ വലിച്ചെറിഞ്ഞാൽ, നാളെ പരലോകത്തേക്ക് എന്റെ ശരീരം ഒരു കൊട്ടയിൽ കൂട്ടിയ നിലക്ക് വന്നാൽ, എന്റെ പിഴുതെടുത്ത കണ്ണും മുറിച്ചെടുത്ത ശരീരാവയവങ്ങളും നിന്നോട് സ്വർഗം ചോദിക്കുമ്പോൾ അതിനെ തട്ടരുതേ എന്ന് പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷുമാർ. ഇതിനാമീൻ പറഞ്ഞത് പ്രഗത്ഭരായ സഹാബികളാണ്. യുദ്ധം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരം അതുപോലെ ചിതറിക്കിടക്കുന്നു. ഇതാരാണെന്നറിയാത്ത രൂപത്തിൽ ചിത്രവധം ചെയ്യപ്പെട്ടില്ല 79 ആളെ. മരിച്ചു കഴിഞ്ഞിട്ടും ശരീരം വികൃതാക്കിയ കൂട്ടത്തിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. അതിൽ ഒരു മുറിഞ്ഞുപോയ കൈ കണ്ടപ്പോ, ഈ കൈ ആരുടേതാണെന്ന് ചോദിച്ചപ്പോ കുറെ കൈകാലികൾ അവിടെ കിടക്കുന്നുണ്ട്. ഒന്ന് മാത്രം ചോദിച്ചു. മോതിരം കണ്ടൊരു സഹാബി പറഞ്ഞത് ജഹ്ഷിന്റെ കൈയാണ്, അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷിന്റെ കൈയാണ്. ആരുടെ കൈയാണെങ്കിലും ഇതിൽ നിന്ന് സ്വർഗത്തിന്റെ പരിമളം എനിക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞ ആ സഹാബത്ത് നയിച്ച ഈമാനിന്റെ ത്യാഗം എത്രയാണ്. അള്ളാഹിന്റെ റസൂലിനെ ആക്രമിക്കാൻ വേണ്ടി വന്ന ശത്രുക്കളോട് എന്റെ റബ്ബല്ലയാണെന്ന് പറഞ്ഞതിന്റെ പേരിലാണോ നിങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യനെ ആക്രമിക്കുന്നെന്ന് ചോദിച്ചപ്പോ, എന്നാ അടി നീയും മേടിച്ചോടാ എന്ന് പറഞ്ഞ് പച്ച ഈന്തപ്പന മട്ടൽ കൊണ്ട് അബൂബക്കർ റളിയല്ലാഹുവിന്റെ തലക്കടിക്കുമ്പോ ആ തലയിൽ നിന്നിങ്ങനെ ഒരു പിടി മുടി ഊരിയെടുക്കാൻ മാത്രം തല ചതഞ്ഞു പോയി എന്ന് പറഞ്ഞ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലേ? ഹുബൈബിന്റെ ശരീരം കഴുമരത്തിൽ കയറ്റി കത്തികൊണ്ട് ചെത്തി മാംസകഷ്ണങ്ങൾ വലിച്ചെടുക്കുമ്പോ ഹുബൈബ് കരഞ്ഞത്, എനിക്ക് 100 ശരീരം ഉണ്ടായി പോയില്ലല്ലോ എന്നാണ്. ഹബാബിന്റെ ശരീരം കൽക്കരി കത്തിച്ചതിൽ വിവസ്ത്രനായി അദ്ദേഹത്തെ മലർത്തിക്കിടത്തി നെഞ്ചിൽ 2 പേർ സുലാഫത്തിന്റെ കിങ്കരന്മാർ കയറി നിൽക്കുമ്പോ ഹബാബ് പറഞ്ഞത്, തീക്കനൽ കെട്ടുപോയത് എന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ നീരുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞ ഹബ്ബാബുമാർ ഇസ്ലാമിലേക്ക് 6ാമതായി കടന്നു വന്ന സഹാബിയാണ്. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള, അദ്ദേഹത്തെ ശത്രുക്കൾ കൊന്നത്, ഖവാരിജികൾ അദ്ദേഹത്തെ കഴുത്തറത്ത് കൊന്നതാണ്. എവിടെ? യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത്. അദ്ദേഹം ഒരു സഹാബിയാണ്. ദീനിന്റെ വിഷയം ആർജവത്തോടെ പറഞ്ഞതിന്റെ പേരിലാണ്. ഇങ്ങനെ എത്ര ആളുകളുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊക്കെ മുമ്പിലുണ്ടായിട്ടും നമ്മൾ നമ്മുടെ നിസ്കാരവും നോമ്പും മാത്രമായി ഒതുങ്ങണോ? അത് ശരിയല്ല. സമൂഹത്തോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമുക്ക്. അതാണ് നമ്മുടെ ദഅവത്ത്. ഈ പള്ളിയുമായി കേന്ദ്രീകരിച്ച് എത്രയോ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സഹോദരങ്ങളെ. അതില്ലാതെ നമുക്ക് സിറാത്ത് പാലം കടക്കാൻ പറ്റൂല. എന്താ തെളിവ്? സൂറത്തുൽ അസ്റാൻ. മനുഷ്യരൊക്കെ നഷ്ടത്തിലാണെന്ന് പറഞ്ഞപ്പോ വിശ്വസിച്ചവരും സൽക്കർമ്മങ്ങൾ ചെയ്തവരും മാത്രം നിർത്തിയില്ല. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. എന്താ ഈ ഹക്ക് എന്ന് പറഞ്ഞാൽ? ഇസ്ലാമാണ്. ആ ഇസ്ലാമിനെ പരസ്പരം എത്തിച്ചു കൊടുക്കുക. നമുക്കറിയാം, കാലം കെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ രംഗത്തും വിശ്വാസരംഗം. ലോകം നിയന്ത്രിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ഒരു മനുഷ്യനാണ് എന്ന് പറയുന്നത് അവസ്ഥയിലേക്ക് വരെ ഈ ഉമ്മത്ത് മാറി. തന്റെ വീട് കത്തിയമർന്ന് നിലം പൊത്തുമ്പോ കോഴിക്കോട് ജില്ലയിലെ സഹോദരി പറഞ്ഞത് ബദരീങ്ങളെ എന്നാണ്. ഈ ഉമ്മത്തിനെ അള്ളാഹുവിങ്കൽ നിന്നകറ്റി, മലിക്കുൽ ജബ്ബാറായ റബ്ബിങ്കൽ നിന്നകറ്റി, കേവലം മജ്ജയും ചോരയുമുള്ള മണ്ണോട് അസ്ഥിപഞ്ജരങ്ങൾ ചേർന്നു പോയ മനുഷ്യരെ വിളിച്ചു തേടുന്ന ഒരവസ്ഥയിലേക്ക് കാലഘട്ടം മാറിയ ഒരു പുതിയ സാഹചര്യത്തിൽ അവരെ നമുക്ക് തിരിച്ചു പിടിക്കാൻ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് അറിയപ്പെട്ട ചൊറുചൊറുക്കുള്ള ഇബ്രാഹിം നബി ഇനി വരാനില്ല. തന്റെ സമൂഹത്തെ കൊണ്ട് തലവേദന അനുഭവിച്ച് ലോകം കണ്ട ധിക്കാരികളുടെ നമ്പറിൽ 1ാം റാങ്ക് നേടിയ റാംസസ് 2ാമൻ ഫിറഔന്റെ കൊട്ടാരത്തിലേക്ക് നെഞ്ചു വിരിച്ച് കയറിച്ചെന്ന് റബ്ബിനെ പരിചയപ്പെടുത്തിയ മൂസാ നബിമാർ ഇനി വരാനില്ല. തന്റെ ജീവിതത്തിൽ താൻ നിരപരാധിയാണെന്നറിഞ്ഞിട്ടും ഭൂമിയുടെ അണ്ടർഗ്രൗണ്ടിൽ സ്ഥാപിക്കപ്പെട്ട കറുകറുത്ത റൂമിന്റെ ഉള്ളിൽ 12 കൊല്ലം ജയിൽവാസം നയിക്കേണ്ടി വന്ന യൂസുഫ് നബി അലൈഹിസ്സലാമമാർ ഇനി വരാനില്ല. എത്ര പ്രവാചകന്മാർ! 950 കൊല്ലം അള്ളാഹുവിന്റെ ദീനിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത നൂഹ് നബിമാർ ഇനി വരാനില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സിറിയയുടെ ഗവർണറായിരുന്നു അബു ഉബൈദ ആമിർ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു. ആരാ അബു ഉബൈദ?
സ്വർഗത്തിലേക്ക് പോയ 10 ആളെ പേര് വായിക്കുമ്പോൾ അബൂ ഉബൈദ എണ്ണാതെ എണ്ണി തീർക്കാൻ കഴിയില്ല. ആ അബൂ ഉബൈദയെ സിറിയയുടെ ഗവർണറാക്കിയപ്പോൾ ഉമർ ബിൻ ഖത്താബ് ഒരിക്കൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി സിറിയയിലേക്ക് പോയി, രാജ്യഭരണത്തിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ. അവിടെ എത്തിയപ്പോൾ അബൂ ഉബൈദയെ കാണാനില്ല. നാട്ടുകാരുടെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അബൂ ഉബൈദയെ കണ്ടു, സലാം പറഞ്ഞു, കുശലാന്വേഷണങ്ങൾ നടത്തി. അയിന ബൈതുക്, നിങ്ങളെ വീട് എവിടെയാണ് അബൂ ഉബൈദ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ വീട് മറ്റുള്ളവർ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്തേ? പൊതു ഖജാനയിൽ നിന്ന് പൈസ തട്ടിയിട്ട് വലിയ കൊട്ടാരം കയറ്റിയിട്ട് ഇനി ഉമർ ഇത് എവിടുന്ന പൈസ എന്ന് ചോദിക്കുവോ എന്ന് പേടിച്ചിട്ടല്ല. തന്റെ വീട് ചെറിയ വീടായിരുന്നു. അവസാനം അദ്ദേഹം നിർബന്ധിച്ചപ്പോ അബൂ ഉബൈദക്ക് കാണിച്ചു കൊടുക്കേണ്ടി വന്നു. ഉമർ തങ്ങളെ വീട്ടിലേക്ക് കയറിയത് തല കുമിഞ്ഞിട്ടാണെന്നാണ്. അതിനുള്ളിൽ ചെന്നപ്പോൾ ഉമർ തന്നെ ചോദിച്ചത്, അയിന മതാഉക്, ഇവിടെ ഇരിക്കാൻ സ്ഥലമൊന്നുമില്ലേ? കഴിക്കാൻ വല്ല ഭക്ഷണം ഉണ്ടോ അബൂ ഉബൈദ? ഒരു മരപ്പെട്ടി എടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ നിന്ന് ഉണങ്ങിയ റൊട്ടി പുറത്തു വെച്ച് ആ റൊട്ടി കണ്ടപ്പോൾ ഉമർ തങ്ങൾ കരഞ്ഞുപോയി, ഇതല്ലാത്തതൊന്നും ഇവിടെ ഇല്ലേ? അബൂ ഉബൈദ പറഞ്ഞു, വല്ലാഹി, അബൂ ഉബൈദ പറയാൻ, അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വിജയിക്കാൻ എന്തൊരു ഭക്ഷണമാണോ വേണ്ടത്, അതല്ലാത്തതൊന്നും എന്റെ കയ്യിലില്ല എന്നാണ്. ഉമർ തങ്ങൾ എണീറ്റ് നിന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് ചരിത്രത്തിൽ, അബൂ ഉബൈദ, ഈ ലോകം നമ്മെ എല്ലാം വഞ്ചിച്ചു കളഞ്ഞു, പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ ഒഴിവാണ് എന്ന് ഉമർ തങ്ങൾ പറയാൻ. ആരാണ് ഈ ഉമർ? ഈ അബൂ ഉബൈദയേക്കാൾ ശ്രേഷ്ഠനാണ്. മുനാഫിക്കുകളുടെ ലിസ്റ്റ് ഇറങ്ങി മദീനയിൽ വഹയായി, അതിൽ ഉമറിന്റെ പേരുണ്ടോ എന്ന് ചോദിച്ച ഉമർ, അബൂ ലുഅ്ലുഅ അൽ മജൂസി എന്ന് പറയുന്ന അജമി സുബഹി നിസ്കരിക്കുമ്പോൾ ഉമറിന്റെ അടിവയറ്റിലേക്ക് കത്തി കുത്തി കയറ്റുമ്പോ ആ കുത്തു കിട്ടിയ ഹോളിലൂടെ മുന്തിരിച്ചാറ് കുടിക്കാൻ കൊടുത്തപ്പോൾ അത് ഒഴുകി പുറത്തു പോന്നപ്പോ, പാല് കുടിക്കാൻ കൊടുത്തപ്പോൾ അതും പുറത്തു പോന്നപ്പോ, തന്റെ മകന്റെ തുടയിൽ അദ്ദേഹം മലർന്നു കിടക്കുമ്പോ എന്റെ തലയെവിടെയാണ് മോനെ എന്ന് ചോദിച്ചപ്പോ എന്റെ തുടയിലാണെന്ന് പറഞ്ഞപ്പോ ഉമറിന്റെ തല നീ ഭൂമിയിൽ വെക്കടാ മോനെ, ഉമറിന്റെ രംഗം കണ്ട് അള്ളാഹു കനിയട്ടെ എന്ന് പറഞ്ഞ ഉമറാണ് അബൂ ഉബൈദയോട് പറയുന്നത്, ഈ ദുനിയാവ് നമ്മെ വഞ്ചിച്ചു കളഞ്ഞു എന്ന്. ഒരിക്കൽ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി വന്ന ഉമർ, അന്ന് ഖുതുബ നിർവഹിക്കേണ്ട ഉമർ കുറച്ചു സമയം വൈകിപ്പോയപ്പോ നാട്ടുകാരെ ചോദിച്ചു, നിങ്ങൾ ഖുതുബ പറയേണ്ട ആളല്ലേ, നിങ്ങൾ വൈകുകയോ? അങ്ങനെ ചോദിക്കാനുള്ള അധികാരം അദ്ദേഹം കൊടുത്തിരുന്നു. ആ സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്താണ്? അല്ലേ, കുൻതു ഉഹയ്തു ഖമീസി, ഞാൻ എൻ്റെ കുപ്പായത്തിൽ കഷ്ണം വെച്ച് തുന്നിപ്പിടിപ്പിക്കുകയായിരുന്നു. ഈ ഉമറാ പറഞ്ഞത്, ഈ ലോകം നമ്മെ വഞ്ചിച്ചു കളഞ്ഞു എന്ന്. അല്ലേ സഹോദരങ്ങളെ, ഞാൻ പറയുന്നത്, നമ്മൾ ഒരുപാട് മാറാനുണ്ട്. സ്വഭാവ രംഗത്ത്, ഇടപാട് രംഗത്ത്, ബന്ധങ്ങളുടെ വിഷയത്തിൽ, കുടുംബരംഗത്തിൽ, ഭാര്യയുടെ വിഷയത്തിൽ, ഭർത്താവിന്റെ വിഷയത്തിൽ, മക്കൾക്ക് മാതൃകയാകുന്ന വിഷയത്തിലൊക്കെ നമുക്ക് മാറാനുണ്ട്. ആ ഉമർ ബിൻ ഖത്താബിന്റെ അവസാനത്തെ ആഗ്രഹം ഒന്ന് മാത്രമായിരുന്നു, എൻ്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ സാഹിബായ അബൂബക്കറിന്റെ തൊട്ടപ്പുറത്ത് സ്ഥലം ബുക്ക് ചെയ്തത് ഉമ്മ ആയിഷയാണ്. ആയിഷ ഉമ്മയോട് എനിക്ക് ആ സ്ഥലം ഒന്ന് വിട്ടുതരുമോ എന്ന് ചോദിക്കുമോ എന്ന് ചെന്ന് റിക്വസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ഉമർ, ജീവിത കാലഘട്ടത്തിൽ സന്തത സഹചാരികളായി ജീവിച്ച മഹാനായ അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമാ മുത്തുനബിയുടെ കൂടെ തന്നെ മദീനയുടെ മണ്ണിൽ, പരിശുദ്ധമായ ത്വയ്ബയുടെ മണ്ണിൽ അവർ അന്തി ഉറങ്ങുന്നു. ഖുർആൻ ചോദിച്ചൊരു ചോദ്യം, അം ഹസിബ്തും അൻ തദ്ഖുലൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാഹു വസുൽസിലു ഹത്താ യഖൂലർ റസൂൽ വല്ലദീന ആമനൂ മഅഹ് മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. തന്റെ ശരീരത്തിന്റെ മുതുകിൽ കറുത്ത കുഴികൾ വന്ന് അസ്ഥികൾ കാണുമാറ് ശത്രുക്കൾ പീഡിപ്പിച്ചപ്പോ നേരത്തെ പറഞ്ഞ ഹബ്ബാബ് കഅബയിൽ മൂലചാരി ഇരിക്കുന്ന പ്രവാചകന്റെ അരികിൽ വന്ന് ചോദിച്ച ചോദ്യം, നബിയെ എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം? അങ്ങനത്തെ പ്രക്ഷുബ്ധമായ കാലാവസ്ഥ കണ്ണൂർ ജില്ലയിലില്ല, ചക്കരക്കല്ലിലില്ല, കാസർഗോഡില്ല, മലപ്പുറത്തില്ല. പാകപ്പെട്ട മണ്ണുണ്ടായിട്ട് ഇവിടെ തൗഹീദ് കിട്ടാതെ ദാഹിക്കുന്ന കുറെ മനുഷ്യ മക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരിലേക്ക് ലോകത്തെ ഏറ്റവും നല്ല ചാരിറ്റി പ്രവർത്തനം നെഞ്ചിലേറ്റി ഇറങ്ങാൻ നിങ്ങളിൽ എത്ര പേർ ഇതുവരെ തയ്യാറായിട്ടുണ്ട്? ഒരു വിജ്ഞാനവേദിക്ക് വിളിച്ചാൽ വരും, ഓക്കെ, നല്ല കാര്യം, അൽഹംദുലില്ലാഹ്, അള്ളാഹ് കബൂലാക്കട്ടെ. പക്ഷേ നമ്മൾക്ക് ഇത് ഹൃദയത്തിൽ കയറിയിട്ടുണ്ടോ? എന്തിനാ പ്രശ്നം ഉണ്ടാക്കിയിടുന്ന ചോദിക്കരുത്. 13 കൊല്ലം മുത്തുനബി പ്രശ്നം ഉണ്ടാക്കിയോ? താങ്ങാൻ കഴിയാതെ മഹാനായ സെയ്ദ് ബിൻ ഹാരിസയുടെ കൂടെ 80-ലധികം കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന പർവ്വതങ്ങളുടെ ശിഖരങ്ങൾ കയറിയിറങ്ങി
കൂർത്ത കല്ലുകളുള്ള ആ ത്വായിഫിന്റെ മണ്ണിലേക്ക് കാൽനടയാത്രയായി പോയത് പ്രശ്നക്കാരനായതുകൊണ്ടാണോ? അവിടെ നിന്ന് 10 ദിവസം അവിടെ താമസിച്ച് ഏറുകിട്ടി ത്വായിഫിന്റെ മണ്ണിലൂടെ അദ്ദേഹം ഓടുമ്പോൾ അതേ ഷൈബയുടെയും ഔതുബയുടെയും ഈന്തപ്പനത്തോട്ടത്തിൽ പ്രവാചകൻ കഴിച്ചുകൂട്ടുമ്പോൾ അബ്ദാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കണ്ടുമുട്ടി ഇസ്ലാം സ്വീകരിച്ച് മനസ്സിന് പ്രവാചകനുള്ള സമാധാനം കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ടാണോ? ഇത് പ്രശ്നമല്ല. ബൈപ്പാസ് സർജറി ചെയ്യുന്ന ഡോക്ടർ രോഗിയുടെ മേത്ത് ചെയ്യണത് കുത്തിക്കീറലും പ്രശ്നം ഉണ്ടാക്കലും അല്ല, പിന്നെയോ രോഗിയുടെ ആരോഗ്യം ഭദ്രമാക്കുകയാണ്. ആ ഭദ്രമാക്കല നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രശ്നം ഉണ്ടാക്കലല്ല. അതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിൽ മരിക്കേണ്ടി വന്നാലും ഞാനതിന് തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കേണ്ടവരാണ് മുജാഹിദുകളായ നമ്മൾ ഓരോരുത്തരും. 36-ാമത്തെ വയസ്സിലാണ് പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരനായ ഫഹ്മിക്ക ആക്സിഡൻ്റായി മരിക്കുന്നത്. ദീനിൽ ഉറച്ചു നിന്ന് ഞങ്ങൾക്കൊക്കെ മാതൃകയായി ജീവിച്ച അദ്ദേഹം മീറ്റിങ്ങിലൊക്കെ കൃത്യമായിട്ട് പങ്കെടുക്കണേ, ഒരു ഖുത്ബ പോലും അദ്ദേഹം നിർവഹിച്ചിട്ടില്ല. അദ്ദേഹം പണ്ഡിതനല്ല, അദ്ദേഹം ഒരു പ്രൊഫഷണൽ വർക്കറാണ്. കോയമ്പത്തൂരിന്റെ മണ്ണെന്നാണ് അദ്ദേഹം സ്കോഡ് വർക്കിന് വേണ്ടി കുടുംബസംഘം 90 കിലോമീറ്റർ യാത്രയാണ് അദ്ദേഹത്തിന്. ജർമ്മൻ സോഫ്റ്റ്വെയർ കമ്പനിയിൽ അദ്ദേഹം ജോലി ചെയ്യാണ്. അവിടെ 90 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് വരാൻ. ഞാനൊരു കുടുംബസംഗമത്തിന് പോയപ്പോൾ ഫഹ്മിക്ക വ്യാഴാഴ്ച രാത്രി അവിടെ ഉണ്ട്. എന്തേ വന്നത് വെച്ച് പറഞ്ഞെന്താ നിങ്ങള്, ഈ കുടുംബ സംഗമത്തിന്റെ സ്കോഡിന് വേണ്ടി വന്നതാണ്. ഇത് മനസ്സ് കയറിയല്ലേ, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നം. എനിക്ക് സമയമില്ല, കടയിൽ ആളില്ല, എനിക്ക് അവിടെ പോകണം എന്നൊക്കെ പറയും അല്ലേ. ഇദ്ദേഹം അൽഹംദുലില്ലാ നമ്മളെക്കാളും തിരക്കുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു ഈ അയൽക്കൂട്ടം നടക്കണീന്റെ 2 ദിവസം കഴിഞ്ഞിട്ട് ഞായറാഴ്ച. അദ്ദേഹത്തിന്റെ കുടുംബം തൊട്ടകലെ കരുവാരക്കുണ്ട് സ്ഥലത്താണുള്ളത്. അവിടുന്ന് തിരിച്ച് അൾട്ടോക്കാറെ തിരിച്ചു വരുമ്പോൾ വീട്ടിലേക്ക് 10 മിനിറ്റ് എത്താനുള്ളൂ. 16 വീലുള്ള ലോറി ഈ കുടുംബത്തിന്റെ കാറുമ്മ കൂടി കയറി. ഫഹ്മിക്ക ഓൺ ദി സ്പോട്ടിൽ മരിച്ചു. 2 വയസ്സായ ഭാര്യയുടെ മടിയിലുണ്ടായിരുന്ന കുട്ടിയും മരിച്ചു. ബാക്കിൽ 2 കുട്ടികളോ രക്ഷപ്പെട്ടു. ഭാര്യ വെന്റിലേറ്ററിലായിരുന്നു, അബോധാവസ്ഥയിൽ. 2 വയസ്സായ കുട്ടിയും ഫഹ്മിക്കയും മരണപ്പെടുമ്പോൾ ഉപ്പ ഉമ്മർ മാഷ് കരയാണ്. ഞാനൊക്കെ ഫസ്റ്റ് സഫിൽ നിന്ന് മയ്യത്ത് നിസ്കരിച്ച ആളാണ്. എൻ്റെ മകൻ ഫഹ്മി ഭാഗ്യവാനാണ്, ഓൻ്റെ കുട്ടിയുടെ കൂടെ മരിക്കാൻ പറ്റില്ലെന്നാണ്. കേരളത്തിലെ മുജാഹിദുകൾ പല സ്റ്റെപ്പുകളായി മാറി മാറി നിസ്കരിച്ചൊരു മയ്യത്ത് നിസ്കാരം ഞാൻ എപ്പോഴത്ത് കണ്ടിട്ടില്ല. അതാണ് ഈ രംഗത്ത് പ്രവർത്തിച്ച കിട്ടുന്നൊരു ഗുണം. വേറൊന്നും കിട്ടൂല, വേറൊന്നും ഉണ്ടാവില്ല. നമുക്ക് വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ വിസ്ഡമിന്റെ ഒരു പ്രവർത്തകനാണെന്ന് കേട്ടാൽ ലോകത്തിന്റെ പല കോണുകളിലുമുള്ള അത്രമാത്രം ദഅവത്ത് കൊണ്ട് സമ്പന്നമാക്കി വെച്ചു ഈ കൂട്ടായ്മയുടെ നേതാക്കന്മാർ. നമുക്ക് പ്രാർത്ഥന കിട്ടാൻ മാത്രം. പക്ഷെ നമ്മളതിലൊരു അംഗമാണ്, നമ്മൾ ഉറപ്പിക്കണം. നമ്മളതിൽ എന്ത് ചെയ്തു എന്ന് നമ്മൾ ഉറപ്പിക്കണം. ഭാര്യ ബോധം വന്നാൽ ഫഹ്മി മരിച്ചു, കുട്ടി മരിച്ചു എന്നെങ്ങനെ പറയും? അതായിരുന്നു കുടുംബക്കാരുടെ ടാസ്ക്. കണ്ണ് തുറന്നപ്പോ ആ സ്ത്രീ ചോദിച്ചത് ഫഹ്മിക്ക പോയില്ലേ എന്നാണ്. ആ ഇടിച്ച സമയത്ത് ചെറിയൊരു ഓർമ്മ ഉണ്ടായിരുന്നു അവർക്ക്. മയ്യത്ത് നിസ്കരിക്കാൻ ആളുണ്ടായിരുന്നോ എന്നാണ് ചോദിച്ചത്. കാരണം മീറ്റിങ്ങുകൾക്കൊക്കെ ഓടുമ്പോൾ ഫഹ്മിക്ക പറയാറുണ്ട് അല്ലേ, മയ്യത്ത് നിസ്കരിക്കാൻ ആളുണ്ടാവും. ശരിയാണത്, വെറുതെ പറഞ്ഞല്ല. അതുകൊണ്ട് ഈ പള്ളികളും ഈ സ്ഥാപനങ്ങളും ഒക്കെ എന്തിനാ? നമ്മുടെ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. ഖബർ നമ്മെ കാത്തിരിക്കുന്നു. ഇമാം ഷാഫി പറഞ്ഞ പോലെ എത്രയോ ആളുകളുടെ കഫം പുടവകൾ പരിസരത്ത് എവിടെയോ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനെ കാത്തിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ഏത് സമയത്ത് ഒരുങ്ങുക എന്നുള്ളതല്ലാതെ സഹോദരങ്ങളെ, സഹോദരിമാരെ, വേറെ വഴികളില്ല. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് രാത്രി കിടക്കുമ്പോൾ ഒരു 5 മിനിറ്റ് ആലോചിക്കുക, എൻ്റെ ഈ പോക്ക് ശരിയാണോ? ഉസ്താദ് പറഞ്ഞു ശരിയല്ലേ? ഈ സമയത്ത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് എൻ്റെ പരലോകം എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റണം അല്ലേ? അതായത് ഇസ്രാഫീൽ ഊതുന്ന സമയത്ത് മണ്ണിന്ന് മനുഷ്യന്മാർ എണീറ്റ് വരുമ്പോ എന്താ പറയാ? നാശമേ, ഞാൻ ഉറങ്ങിയിരുന്നില്ല, ആരെന്നെ വിളിച്ചതെന്നാണ്. 50,000 കൊല്ലത്തെ ദൈർഘ്യമുള്ള മണ്ണില്, മഹ്ശറിയുടെ മണ്ണിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് 2 വിഭാഗമാക്കി കണ്ണിമ വെട്ടുന്ന വേഗതയിൽ വിചാരണ കഴിഞ്ഞ് ചില ആൾക്കാരെ വലത്തെ കൈ കൂടി കിതാബ് കിട്ടിയിട്ട്, ചില ആൾക്കാരെ ഇടത്തെ കൈ കൂടി കിതാബ് കിട്ടിയിട്ട് നരകത്തിലേക്ക് പോകുന്ന മനുഷ്യന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ ആയത്ത് സൂറത്ത് മറിയുമെന്ന് അള്ളാഹു റസൂൽ ഓതുകയുണ്ടായി. വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ളിയാ ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. സൂക്ഷ്മത പാലിച്ചവർ സ്വർഗത്തിലേക്കാണ്.
അല്ലാത്തവരെ മുഖം കുത്തിയ നിരക്ക് നരകത്തിലേക്ക് ഒരു സഹാബി നിർത്താതെ കരഞ്ഞ ആയത്തായിരുന്നു ഇത്. സഹോദരങ്ങളെ, സിറാത്ത് കടന്നു പോകാൻ നമ്മൾക്ക് അമലുകളല്ലാതെ ഒരു രക്ഷയില്ല. പരമാവധി ചെയ്ത് കൂട്ടിക്കോളി. രാവിലെ തദ്ക്കാറുകൾ മറക്കണ്ട, വൈകുന്നേരത്തെ തദ്ക്കാർ മറക്കണ്ട, ഖുർആൻ ക്ലാസ്സുകൾ മറക്കണ്ട, ദീനി വിജ്ഞാനരംഗത്തേക്ക് ഓടിക്കോ. ദീനിന്റെ പിന്നാലെ പോയ ദുനിയാവ് പിന്നാലെ വരും, ദുനിയാവിന്റെ പിന്നാലെ പോയ രണ്ടും നഷ്ട. ഓന് തിരക്ക് ചെയ്യാൻ കൊടുക്കും, ഒരു തിരക്ക് തീരനല്ലെന്നാ. ഒന്ന് വിളിച്ചോക്കാണ് നിങ്ങളൊരു സ്കോഡ് വർക്കുന്ന ഒരാളെ, നമ്മുടെ നാട്ടിലത്തെ പരിചയമുള്ള തിരക്കാന്ന് പറയും. ഇന്ന് എന്താ തിരക്ക്? ദുനിയാവ്. നമ്മളെപ്പോഴും പരലോകത്തിന്റെ വിഷയത്തിൽ എൻഗേജ് ആകണം. കാരണം എന്താ? വല്ലാഖിറത്തു ഖൈറും വബഖ. അതാണ് പരലോകം, എന്തും ബാക്കിയാകുന്ന ലോകം. റസൂല പറഞ്ഞില്ലേ, വറസിന്റെ മണ്ണാൻ, പളുങ്ക് കൊട്ടാരങ്ങളാണ്, ചാരുമഞ്ചങ്ങളാണ്, ഖുതൂഫുഹാ ദാനിയ, നിന്നിലേക്ക് ചായ്ഞ്ഞു വരുന്ന പഴക്കുലകളാണ്. മരണമില്ലാത്ത 3 കാറ്റഗറികളിലെ മനുഷ്യന്മാരോടുണ്ടെന്നാണ്. ഒന്ന് കുട്ടികൾ, മറ്റൊന്ന് യുവാക്കൾ, മറ്റൊന്ന് മധ്യവയസ്കർ. കുട്ടികൾക്ക് അമീറന്മാരുണ്ട് അവിടെ, യുവാക്കൾക്ക് അമീറന്മാരുണ്ട് അവിടെ. മധ്യവയസ്കന്മാരുടെ അമീറാണ് ഉമറും സിദ്ദീഖും റളിയല്ലാഹു അൻഹുമാ എന്നൊക്കെ പറഞ്ഞതായി കാണാം അല്ലേ? സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും പകയും വിദ്വേഷവും ഇല്ലാത്ത സ്നേഹം മാത്രം സമ്മാനിക്കുന്ന ആ ലോകം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാകട്ടെ ഈ വിജ്ഞാനവേദികളെല്ലാം. മനസ്സിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്തു എന്ന് മാത്രം. ഞാൻ ആദ്യം ഓതിയ ആയത്തേതാ? തഹരീമിലെ 6-ാമത്തെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. വിശ്വാസികളെ, സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം. വഖൂദുഹന്നാസു വൽ ഹിജാറ. അതിൽ കത്തിക്കുന്നത് മനുഷ്യരും പാറക്കല്ലുകളുമാണ്. നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ സമയം കിട്ടുമ്പോൾ, ദുനിയാവിലെ കല്ല് കത്തണമെങ്കിൽ എത്ര ഡിഗ്രി സെൽഷ്യസ് ചൂട് വേണം? നരകത്തിൽ 2 ഇന്ധനാണ്, ഒന്ന് കല്ലാണ്, മറ്റൊന്ന് പച്ചിറച്ചിയാണ് അല്ലേ? അലൈഹ മലായികത്തുൻ ഇലാലുൻ ശിദാദ്. മേൽനോട്ടത്തിനായി കഠിനഹൃദയന്മാരായ സബാനിയാക്കൾ എന്ന് പറയാ. മാലിക്കാണ് നേതാവ്. ചെവി മുതൽ ഷോൾഡർ വരെ മാത്രം 700 കൊല്ലം പറക്കാൻ ദൂരണ്ട് എന്നാണ് മാലിക്കിന്റെ. അങ്ങനത്തെ 19 കാവൽ. അലൈഹ തിസ്അത അശർ. അള്ളാഹു നമ്മെ നരകത്തിൽ നിന്ന് കാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞതൊക്കെ ഹക്കായി പോരുന്നുണ്ടെങ്കിൽ ആ ഖുർആന്റെ 1/3 ഭാഗം പരലോകത്തിന് വേണ്ടി അള്ളാഹ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് സഹോദരങ്ങളെ, സാമ്പത്തിക രംഗത്ത് പലിശ ഇടപാടുമായി ബന്ധപ്പെടുന്നവരുണ്ടോ? വേഗം രക്ഷപ്പെടണം. ഒരു ഹൈറും ബർക്കത്തും ജീവിതത്തിൽ ഉണ്ടാവില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, പ്രത്യേകിച്ച് സലഫികളായ ആളുകളോട് ഞാൻ പറയാം, ഉള്ളത് വിറ്റ് പെറുക്കിയിട്ടാണെങ്കിലും വേണ്ടില്ല, നമ്മൾ അതിന് രക്ഷപ്പെടണം. സ്വന്തം ഉമ്മാനെ വ്യഭിചരിക്കണ കുറ്റാണെന്നാ പറഞ്ഞത്. അതിന്റെ ഏറ്റവും ചെറിയ അംശം കളവ് പറയാത്ത റസൂലുള്ളാഹിന്റെ വാക്കാണ് അല്ലേ? കടമിടപാടുകൾ ഉണ്ടെങ്കിൽ വേഗം കൊടുത്തു തീർക്കുക. നമ്മളെ കട നമ്മളെന്നെ വീട്ട്. ഞാൻ മരിച്ചാ പിന്നെ വേറെ ആരും അനൗൺസ് ചെയ്തോളെന്ന് പറഞ്ഞാൽ കാത്തിരിക്കില്ലേ? ഖബർ രക്ഷപ്പെടൂല. വലിയ ഗൗരവാണ്. അതോടൊപ്പം തന്നെ പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സുഹൃത്തിനോട് പറഞ്ഞു, നിസ്കാരം റെഡിയാണ്, എല്ലാം ഉഷാറാണ്, സ്വർഗത്തേക്കുള്ളതൊക്കെ റെഡിയാണ്. പക്ഷേ സിറാത്ത് പാലത്തിന്റെ ഇടത്തും വലത്തും ഓരോരുത്തർ വന്നിക്കുന്ന അതിലൊന്നെന്താ പറയുക? ബന്ധങ്ങളാണ്. ബന്ധങ്ങൾ മുറിച്ചറിഞ്ഞവർക്ക് സ്വർഗമല്ല. വട്ടപ്പത്തിരി പോലെ നിസ്കാരത്തെ ഉണ്ടായിട്ടും കാര്യമില്ല, നെഞ്ചോളം താടി ഉണ്ടായിട്ടും കാര്യമില്ല, നെരിയാണിന്റെ മേലെ പെയിന്റ് എടുത്തിട്ട് കാര്യമില്ല. ബന്ധങ്ങൾ ശരിയല്ലേ? ആ ബ്ലോക്ക് ലിസ്റ്റ് നിന്ന് കുറെ അൺബ്ലോക്ക് ആക്കാൻ ഉണ്ടാവുമല്ലോ, അതൊക്കെ ആക്കിക്കോളെ. അത് ഇനി കുടുംബമാണെങ്കിലും ഏത് ബന്ധമാണെങ്കിലും പിണങ്ങി നിൽക്കാൻ പാടില്ല 3 ദിവസത്തിലധികം. പിന്നുള്ളത് ഓന്റെ കഴുത്ത് വെട്ടി ഓനെ കൊന്നതിന് തുല്യാന്നാ പറഞ്ഞത്. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊരു ക്ലാസ്സിൽ ഇത് പറഞ്ഞപ്പോ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ഉസ്താദ് നിങ്ങളെ ക്ലാസ് കേട്ടിട്ട് പേടിയായി, ഞാൻ എന്നോട് തെറ്റിയാലോട് പോയി മുണ്ടി എന്ന് പറഞ്ഞത്. മതി, അങ്ങനെ മുണ്ടിയാ മതി. ആ മുണ്ടാനാണ് ഈ ക്ലാസ്, നന്നാകാനാണ് ഈ ക്ലാസ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഇനി കുറെ കൂടുതൽ നീട്ടി പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മനസ്സിന്ന് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറഞ്ഞതാണ്. സഹോദരങ്ങളെ, എല്ലാ രംഗത്തും ഒരു സൂക്ഷ്മതയുണ്ടെങ്കിൽ ഞാൻ അവസാനമായിട്ട് ചേർത്ത് വെക്കുകയാണ്, ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നതോളം ഒരു ലഹരിയും ഒരു സന്തോഷവും വേറൊന്നുമില്ല. എത്രത്തോളം എന്ന് വെച്ചാല് നമ്മളടുത്ത് ഹക്കും ധർമ്മം ഉണ്ടോ, ഏത് കൊലകൊമ്പനും നമുക്ക് നേരെ ചീറിയെടുത്താലും ഇനി അതിന്റെ പേരിൽ മരിച്ചാലും ഒരു വിശ്വാസി സന്തോഷത്തോടെ മരിക്കുള്ളൂ എന്നാണ്. കാരണം എന്താ? ഓൻ ആ സമയത്ത് അള്ളാഹ് സ്വർഗം കാണിച്ചു കൊടുക്കും. ആലു യാസീന്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും. പിന്നെ അദ്ദേഹം ഒരു
ഈ ഹഞ്ചറയിലെ കൂർത്ത കമ്പടിച്ച് കയറ്റിയിട്ട്, ഹഞ്ചറ എന്ന് പറഞ്ഞാൽ ചങ്കിന്റെ ഇതാണ്, ഈ കുഴിയാണ്. കൂർത്ത കമ്പടിച്ച് കയറ്റിയിട്ട് മതിലിൽ അദ്ദേഹത്തെ കോർത്തു വെച്ചു എന്നാ പറഞ്ഞത്. ആരെ? ഒരു നാട്ടിക്ക് 2 നബിമാരെ പറഞ്ഞയച്ചു, ഓലെ നിഷേധിച്ചു ആ ഗ്രാമവാസികൾ. 3-ാമത്തെ ആളെ പറഞ്ഞയച്ചു, നിഷേധിച്ചു. ആ റജുലുണ്ടല്ലോ, ആ റജുലാണ്, ആ റജുലിനെയാണ് മതിൽമ കോർത്തു വെച്ചു, ദീന് പറഞ്ഞതിന്റെ പേരില്. ആ മനുഷ്യൻ മരിക്കുമ്പോ പറഞ്ഞെന്താ? അല്ലേ, യാ ലൈതനി, എന്റെ സമൂഹം അറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ്. യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. ജീവിച്ചിരുന്ന നാളിലും മരണത്തിന് ശേഷവും ജനങ്ങളോട് നസീഹത്തുള്ള മനുഷ്യനാണ് അദ്ദേഹം എന്നാണ്. ജീവിച്ചിരുന്ന നാളിലും മരിച്ചതിന് ശേഷം. എങ്ങനെ മരിച്ചതിന് ശേഷം നസീഹത്താവുക? ജീവിച്ചിരുന്ന നാളിൽ അദ്ദേഹം സ്നേഹത്തോടെ ദീന് പറഞ്ഞു കൊടുത്തു, അതാണ് നസീഹത്ത്. മരിച്ചതിന് ശേഷം അദ്ദേഹം ആഗ്രഹിച്ചെന്താ? ഞാൻ സ്വർഗത്തിലാണെന്ന് ഇവർ അറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം ആഗ്രഹിച്ചു എന്നാണ്. അത്ര നല്ല മനസ്സുള്ള മനുഷ്യനാണ് അദ്ദേഹം. ആ സ്വർഗം കണ്ട് മരിക്കാൻ നമുക്ക് പറ്റട്ടെ. റബ്ബ് നമ്മുടെ നന്മകളെല്ലാം കബൂലാക്കുമാറാകട്ടെ. നമ്മൾ സംസാരിച്ചതും കേട്ടതുമായ കാര്യങ്ങൾ അള്ളാഹു പൂർണ്ണാർത്ഥത്തിൽ നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. ഒരുപാട് രോഗികൾ ഇത്തരത്തിലുള്ള സദസ്സുകളിൽ പ്രത്യേകം ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു നമ്മളിലുള്ള രോഗികൾക്ക് ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത രോഗങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഏത് സമയത്ത് റഹ്മാനായ റബ്ബിലേക്ക് അള്ളാഹു നമ്മെ തിരിച്ചു വിളിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് ഒരു മുത്മഇന്നയായ ആത്മാവായി, ഒരു ഖൽബുൻ സലീമിന്റെ ഉടമയായി റബ്ബിലേക്ക് തിരിച്ചു പോകാൻ അള്ളാഹു സാധുക്കളായ പാപികളായ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു മഹത്തായ അവസരത്തെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും അള്ളാഹു തിരിച്ചുവിടുമ്പോൾ സ്വർഗത്തിലേക്ക് സിറാത്ത് കടന്ന് സന്തോഷത്തോടെ കടന്നു പോകുന്ന വിജയികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ നിന്നും നമ്മുടെ മക്കളിൽ നിന്നും സമാധാനമുള്ള കൺകുളിർമയുള്ള ജീവിതം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സാമ്പത്തികമായ വലിയ കടബാധ്യതകളിൽപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ട കുറെ ആളുകളുണ്ട്, പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുണ്ട്. അള്ളാഹു അത്തരം ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിഹാര മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ജോലിയിലും സമ്പത്തിലുമൊക്കെ അള്ളാഹു ഖൈറും ബറക്കാത്തുകളും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മാനസികമായി ഒട്ടനവധി സങ്കടങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാകാം. പല ആളുകളും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും സമാധാനമുള്ള നിർഭയത്വമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ഈ വിജ്ഞാനവേദി ഇതിനു വേണ്ടി ചെറുതും വലുതുമായ പല അധ്വാനങ്ങളും നടത്തിയ ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ പ്രോഗ്രാമിന് വേണ്ടി ഇത്രയും സമയം അള്ളാഹുവിന്റെ പള്ളിയിൽ ഒത്തുചേർന്ന് നമുക്കെല്ലാം അള്ളാഹു ഇത്തരത്തിലുള്ള സദസ്സുകൾക്ക് പറയപ്പെട്ട എല്ലാ ഫളലുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.